ഓക്കെയാണ്. സിജിയുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികളെ, റിസോഴ്സ് പേഴ്സൺസ്, അതുപോലെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും സിജി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. കാലിക പ്രസക്തിയുള്ള ഓരോ വിഷയങ്ങളിലും മുക്കാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ടാവും. അതിനുശേഷം ഏകദേശം മുക്കാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യനേഴ്സ് സെഷനുമാണ്. വ്യത്യസ്ത വിഷയങ്ങളിലാണ് നമ്മൾ പ്രസന്റേഷൻ നടത്തുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഉത്തരം കേൾക്കാനും ഇതിൽ പ്രൊവിഷൻ ഉണ്ട്. പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് പുറമെ സിജിയുടെ ഒരു റിസോഴ്സ് പൂള് ഈ ഒരു വേദിയിലുണ്ട്. അവരെയും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കൊമേഴ്സ് മേഖലയിലെ കരിയർ പഠന സാധ്യതകളാണ്. സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും കോഴ്സുകളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്, തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ 3 മേഖലകളിലായിട്ടാണ് പറയാറ്. സയൻസ് മേഖല, കൊമേഴ്സ് മേഖല, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് മേഖല. സയൻസുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ, അതിൽ ഒന്ന് പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ട സെഷൻ 2 ആഴ്ച മുന്നേ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സെഷനാണ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ടതല്ലാത്തത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും നമുക്ക് അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രസന്റേഷനിൽ പ്രധാനമായിട്ടും 3 ഏരിയകളുണ്ട്. കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് നമ്മൾ സംസാരിക്കും. ഇന്നത്തെ നമ്മുടെ പ്രസന്റേഷന്റെ പർപ്പസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ് ഇൻ കൊമേഴ്സ്. കൊമേഴ്സ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകൾ. അവസാനം നിങ്ങൾക്കുള്ള സമയമാണ്. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പറയാത്തത്, കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. കരിയർ പ്ലാനിങ് വേണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കരിയർ പ്ലാനിങ്, കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ്, കരിയർ മെന്ററിംഗ് എന്നൊക്കെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ദി കരിയർ എന്നുള്ളതാണ്. കരിയർ പ്ലാനിങ്ങിനെ തിരിച്ചു പറഞ്ഞാൽ കരിയർ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലാവും. കരിയർ പ്ലാനിങ്ങിൽ നമ്മൾ ഒരു മാച്ചിങ് പ്രോസസ്സാണ് ചെയ്യുന്നത്. അതിൽ മാച്ച് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് കുട്ടിയുടെ കരിയർ ഗോൾസ് അല്ലെങ്കിൽ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ. എന്തുമായിട്ട് അത് മാച്ച് ചെയ്യണം? കേപ്പബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്, കഴിവുമായി ബന്ധപ്പെട്ട്. അതായത് തൊഴിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താല്പര്യമാണ്. താല്പര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള താല്പര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള താല്പര്യക്കുറവ് എന്നല്ല. ഒരു ജോലി, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ള അർത്ഥത്തിലുള്ള കുട്ടികളുടെ ഇഷ്ടം. ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, പറയേണ്ടതില്ലല്ലോ. കഴിവും കൂടെ നോക്കണം. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ജന്മനാ ഉള്ള കഴിവ്. ഇപ്പൊ താല്പര്യമുണ്ട്, കഴിവില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രശ്നമാണ് കഴിവുണ്ട്, തിരിച്ച് താല്പര്യമില്ലെങ്കിലും. അതുകൊണ്ട് താല്പര്യവും കഴിവും എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ കരിയർ ഗോൾ സെറ്റ് ചെയ്യണം, അഥവാ കരിയർ പ്ലാൻ ചെയ്യണം. എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോവുക. അതാണ് രീതി. ഈ ഒരു പ്രോസസ്സിനെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയാം. പലപ്പോഴും കുട്ടികൾ, രക്ഷിതാക്കളും ഒക്കെ സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, അതിന് സ്കോപ്പ് ഉണ്ടോ, ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്നും ചോദിച്ചിട്ട് വരാറുണ്ട്. സ്കോപ്പുള്ള ഒരു കോഴ്സ്, സ്കോപ്പ് ഇല്ലാത്തൊരു കോഴ്സ് എന്നൊന്നുമില്ല. സ്കോപ്പുള്ളതും സ്കോപ്പ് ഇല്ലാത്തതും കോഴ്സുകൾക്കോ സ്ഥാപനങ്ങൾക്കോ അല്ല. എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പുള്ളതും സ്കോപ്പ് ഇല്ലാത്തതും. ഓരോ കുട്ടികളും അവരവരുടെ മേഖലയിൽ ഷൈൻ ചെയ്താൽ, തിളങ്ങിയാൽ, ശോഭിച്ചാൽ സ്കോപ്പ് ഉണ്ട്. ശോഭിച്ചിട്ടില്ലെങ്കിൽ സ്കോപ്പില്ല. എപ്പോഴാണ് ശോഭിക്കുക? കുട്ടികൾ എഫേർട്ട് എടുക്കുന്ന സമയത്താണ്. എപ്പോഴാണ് കുട്ടികൾ എഫേർട്ട് എടുക്കുക? താല്പര്യത്തിനും കഴിവിനും അനുസരിച്ച മേഖലയിൽ എത്തിയാലാണ്. അതുകൊണ്ട് താല്പര്യം, കഴിവ്, അധ്വാനം, ഈ 3 സംഗതികൾ ഒത്തിണങ്ങി വന്നാൽ എല്ലാറ്റിനും സാധ്യതകളുണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്മാച്ചുകൾ സംഭവിച്ചാൽ സാധ്യതയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയർ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യണം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരിയർ പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ കരിയർ പ്ലാനിങ്ങിന് വേണ്ടി ഒരു പ്ലാനിങ് ആവരുത്. എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എന്നൊരു സംഗതി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ജീവിക്കുന്നത് വുക്ക വേൾഡിലാണെന്ന്. വുക്ക ഒരു അക്രോണിം, ഒരു ഷോർട്ട് ഫോം ആണ്. വുക്ക സ്റ്റാൻഡ്സ് ഫോർ വോളറ്റിലിറ്റി, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് ആംബിഗ്വിറ്റി. നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ വലിയൊരു പ്രത്യേകത 4 അക്ഷരങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് വുക്ക വേൾഡ്.
വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അസ്ഥിരതയാണ്, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വമാണ്, കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ സങ്കീർണത എന്നാണ്, ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ അവ്യക്തതയാണ്. വളരെ ക്ലിയർ ആണ് ഈ 4 പ്രത്യേകതകൾ ഈ കാലത്തുള്ളത് കൊണ്ട് കരിയർ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം. ദെൻ ഇത് നിങ്ങൾക്ക് കാണാവുന്ന ചിത്രത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സെന്റൻസ് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആർക്കും പറയാം, ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അൺമ്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ജോലിയിൽ എത്തിപ്പെടാൻ കടമ്പകൾ ഏറെ കിടക്കണം. യെസ്, പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമല്ല, ഈ ആൾക്ക് ആവശ്യമുള്ള ജോലിക്കാരനായി മാറാൻ കുറച്ച് പണിയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഈ കുട്ടിയുടെ അടുത്ത് യെസ് 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 വെരി ഗുഡ്, പറഞ്ഞോളൂ അഫ്സർ സാർ. സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. യെസ് യെസ്, ഈ കുട്ടിയുടെ അടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റും ഡിഗ്രികളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് ഫുൾഫിൽ ചെയ്യാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, ടെക്നിക്കലി ഇതിന് പറയാം അക്കാദമി ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്നാണ്. പലപ്പോഴും നാടൻ ഭാഷയിൽ പറയാറുണ്ട്, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അയാൾ അത്ര പഠിച്ചു ഇയാൾ എത്ര പഠിച്ചു, ജോലിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം പഠിച്ചതിന്റെ അടുത്താണ് പ്രശ്നം, ജോലി ഇല്ലാത്തതല്ല പ്രശ്നം. എന്ന് പറഞ്ഞാൽ ജോലിക്കാരന് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് നമ്മുടെ ഡിഗ്രി കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിലും നമുക്ക് ശരിയായ കരിയർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ദെൻ ഹൗ ടു ചൂസ് എ കരിയർ. ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം? 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് താല്പര്യമാണ്, മറ്റൊന്ന് കഴിവാണ്, മറ്റൊന്ന് എഫേർട്ടാണ്. താല്പര്യവും കഴിവും എഫേർട്ടും നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമായി നമ്മളത് പറയുകയും ചെയ്തു. ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. എല്ലാം വിശദീകരിച്ച് പറയാൻ ഈ ഒരു സന്ദർഭത്തിൽ സാധ്യതയില്ല. ജോലിയുടെ സ്വഭാവം, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ശമ്പളം കിട്ടും, പവർ ഉണ്ടോ, ദെൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാം വേണം ഓരോ ജോലിക്ക്, ജോലിയുടെ ചുറ്റുപാട് സ്വാധീനിക്കുന്നുണ്ട്. ദെൻ വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത പേഴ്സണാലിറ്റി ഉണ്ടാവുക, അത് ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ദെൻ ഭാവിയിലെ സാധ്യതകൾ, ആണാണോ പെണ്ണാണോ നമ്മുടെ ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിയിരിക്കണം, വാല്യൂസ്, എത്തിക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കരിയർ ഗോള് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ ഒരു കാര്യം കൂടെ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് പറയാണ്. അതിനുശേഷം നമ്മൾക്ക് കോഴ്സുകളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും കൊമേഴ്സ് മേഖല സംസാരിക്കാം. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ കരിയർ പ്ലാനിങ്? ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് ഇവാലുവേഷൻ ആണ്. ഞാൻ ഈ സ്ലൈഡിലെ 5 പോയിന്റ് ഒന്നിച്ച് കാണിക്കാനുള്ള കാരണം, പലപ്പോഴും കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കാറ്. ഗോൾ അങ്ങ് സെറ്റ് ചെയ്യൂ, പക്ഷെ ഗോൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ കഴിവിനനുസരിച്ചായി കൊള്ളാറില്ല. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ പോയിന്റ് സെൽഫ് ഇവാലുവേഷൻ പറഞ്ഞത്. നമ്മുടെ കഴിവുകൾ എന്തെല്ലാം, നമ്മുടെ കഴിവുകേടുകൾ എന്തെല്ലാം, നമുക്കുള്ള അവസരങ്ങൾ എന്തെല്ലാം, നമുക്കുള്ള ത്രെഡ്സ്, വെല്ലുവിളികൾ എന്തെല്ലാം എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കരിയർ പ്ലാനിങ് ഈ സെൽഫ് ഇവാലുവേഷൻ. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഗോൾ സെറ്റ് ചെയ്യാം. ദെൻ പലപ്പോഴും നമ്മുടെ ഗോൾ ലോങ് ടേം ആയിരിക്കും, അതുകൊണ്ട് നമ്മുടെ ലോങ് ടേം ഗോളിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ദെൻ കരിയർ ചൂസ് ചെയ്യുക, ദെൻ ഫോളോ അപ്പ് നടത്തുക. അവസാനത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും കുട്ടികൾ സയൻസ് എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചു, ദെൻ സയൻസ് എടുത്തിട്ട് എന്ത് എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോമേഴ്സ് എടുത്തിട്ട് ആരാവണം എന്നും തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു +1 +2 പഠിക്കുന്ന കുട്ടി 2 വർഷം +2 പഠിച്ചിട്ടും അതിൻ്റെ ഫോളോ അപ്പ്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്രത്തോളം നടന്നു എന്നൊന്നും നോക്കാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഫോളോ അപ്പ് നടത്തണം എന്നുള്ളതും കരിയർ പ്ലാനിങ്ങിന്റെ ഒരു സ്റ്റെപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് ജോലി കരിയർ ഗോളായിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ നിർബന്ധമായിട്ടും കടന്ന് പോവേണ്ടതുണ്ട്. ഇനി നമുക്ക് കോഴ്സുകളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മത്സര പരീക്ഷകളെയും പ്രവേശന പരീക്ഷകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാം. ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ്? എന്താണ് +2വിന് ശേഷമുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ എന്നുള്ളത്? എന്നെ കേൾക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും. അവര് വിചാരിക്കരുത് ഞാൻ ഈ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റിയ ആളല്ലല്ലോ, +2വിന് ശേഷമുള്ളതല്ലേ പറയുന്നത് എന്ന്. സോറി, +2വിന് ശേഷം എന്ത് എന്നാണ് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി ആദ്യം തീരുമാനിക്കേണ്ടത്. ഐ റിപ്പീറ്റ്,
പ്ലസ് ടുവിന് ശേഷം എന്ത് എന്നാണ് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി ആദ്യം തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ 10th ശേഷം എന്ത് തീരുമാനിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഡോക്ടർ ആവാൻ തീരുമാനിച്ചു. പ്ലസ് 2 കഴിഞ്ഞാലാണ് ഡോക്ടർ ആവാൻ പോവുക. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഡോക്ടർ ആവാൻ പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്ലസ് 2വിന് ശേഷം ഡോക്ടർ ആവാൻ പോകുന്ന ഒരാൾ എന്ത് ചെയ്യണം? 10ന് ശേഷം സയൻസ് എടുക്കണം. സയൻസ് എടുത്താൽ പണി കഴിയുന്നില്ല. സയൻസ് എടുത്ത് 2 വർഷം പ്ലസ് 2 പ്ലസ് 1 സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് പ്ലസ് 2വിന് ശേഷമുള്ള മെഡിക്കലിന് വേണ്ടിയിട്ടുള്ള നീറ്റിനൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങുകയും വേണം. ഇതിനെ ബാക്ക്വേർഡ് പ്ലാനിങ് എന്ന് കരിയറിൽ പറയാറുണ്ട്. ഇനി ഒരാൾ CAക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് CAക്ക് പോകാൻ കഴിയില്ല. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകാനാണ് കഴിയുക. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് CAക്ക് പോകണമെങ്കിൽ ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊമേഴ്സ് മാത്സ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. സയൻസ് എടുത്താലും CAക്ക് പോവാം. പക്ഷെ സയൻസ് എടുത്താലും CAക്ക് പോവാമല്ലോ എന്ന് വിചാരിച്ച് ഒരു കുട്ടി നിർബന്ധമായിട്ട് സയൻസ് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം CAക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജിയോ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുട്ടി കൊമേഴ്സ് മാത്തമാറ്റിക്സ് ഒക്കെ എടുത്താൽ CA എൻട്രൻസിലെ 4 പേപ്പറിലെ 3 പേപ്പർ പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടത്തിൽ പഠിച്ചു കഴിയും. ഇതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ആഫ്റ്റർ പ്ലസ് 2 എന്ന് കേൾക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സുകാരും നിർബന്ധമായിട്ടും ഈ സെഷൻ കേട്ടിരിക്കണം. ഓക്കെ, ദെൻ പ്ലസ് 2വിന് ശേഷം 3 മേഖലയിലാണ് സാധ്യതകൾ ഉള്ളത്. ഞാൻ പറഞ്ഞു, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സയൻസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് കൊമേഴ്സ് മേഖലയിലേക്ക് മാറാം, ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്ക് മാറാം, സയൻസ് മേഖലയിൽ തുടരുകയും ആവാം. ദെൻ കൊമേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സയൻസിന്റെ മുഴുവൻ മേഖലകളിലേക്കും വരാൻ കഴിയില്ല, വളരെ കുറഞ്ഞ മേഖലയിലേക്ക് വരാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ലൈക്ക് ദാറ്റ്. അത് ബിടെക് സ്വഭാവത്തിലല്ല, പോളിടെക്നിക് ആ രീതിയിൽ. ഓക്കെ, ദെൻ കൊമേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്ക് വരാം, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് കൊമേഴ്സിന്റെ മുഴുവൻ മേഖലയിലേക്കും വരാം, ഹ്യൂമാനിറ്റീസ് മേഖലയിൽ തുടരുകയും ചെയ്യാം. ദെൻ സയൻസിന്റെ മേഖലയിലേക്ക് അധികമൊന്നും വരാൻ കഴിയില്ല ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷന്റെ പർപ്പസ് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകളാണ്. അപ്പൊ കൊമേഴ്സ് മേഖലയിലെ സാധ്യതകൾ എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കണം, സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് വരാം, പക്ഷെ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യില്ല. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് കൊമേഴ്സ് മേഖലയിലേക്ക് വരാം, പക്ഷെ ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട മേഖലകൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ല. ഓക്കെ, ദെൻ സയൻസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 4 മേഖലകളുണ്ട്. മെഡിക്കൽ മേഖല, MBBS BDS ആ രീതിയിൽ നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് പോകാൻ കഴിയില്ല. ദെൻ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് മേഖലയിലേക്ക് പോവാം, പോളിടെക്നിക്, അതുപോലെ തന്നെ ITI മേഖലയിലേക്കൊക്കെ. അതും ഇവിടെ നിന്ന് പറയുന്നില്ല, അതുമായി ബന്ധപ്പെട്ട സെഷൻ മറ്റൊരു സൺഡേ കരിയർ ഓൺലൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പാരാമെഡിക്കൽ മേഖലയിലേക്ക് കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്ക് പൊതുവെ പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ബേസിക് സയൻസ്, സാധാ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ചു പോകുന്നതും സയൻസിന്റെ ഒരു മേഖലയാണ്. അവിടേക്കും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് പോകാൻ കഴിയില്ല. ദെൻ കൊമേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്കും സയൻസ് കഴിഞ്ഞ ആൾക്കാർക്കും ഹ്യൂമാനിറ്റീസിന്റെ മുഴുവൻ മേഖലയിലേക്കും പോകാൻ പറ്റും. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ തുടരുന്നത് പോലെ ജേർണലിസം ഉണ്ട്, ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ഒരുപാടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മേഖലകളും ഇന്ന് ഞാനിവിടെ പറയുന്നില്ല. അത് നമ്മൾ മറ്റൊരു സൺഡേ കരിയർ ഓൺലൈനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ പർപ്പസ് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകൾ പറയുകയാണ്. പലപ്പോഴും ആൾക്കാർ പറയും സയൻസ് ആണ് ഏറ്റവും നല്ല കോഴ്സ്, പിന്നെ നല്ലത് കൊമേഴ്സ്, പിന്നെ നല്ലത് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ. അല്ലെങ്കിൽ സയൻസ് ഒരുപാട് പഠിക്കാനുണ്ട്, കൊമേഴ്സ് അത്ര പഠിക്കാനില്ല, ഹ്യൂമാനിറ്റീസ് കുറച്ചേ പഠിക്കാനുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല, എല്ലാ മേഖലകളിലും അതിൻ്റെതായ സാധ്യതകളുണ്ട്. നമുക്ക് താല്പര്യമുണ്ടോ, കഴിവുണ്ടോ, എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് വിഷയം. ഇതാണ് തുടക്കത്തിൽ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണിച്ചു തന്നത്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അവിടെ താല്പര്യവും കഴിവും മാച്ച് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകണമെന്ന്. അതുകൊണ്ട് കൊമേഴ്സ് മേഖലയിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവിടേക്ക് വരാനുള്ള കഴിവുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകൾ. കൊമേഴ്സ് മേഖലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് പറയും, മറ്റൊന്ന് മാനേജ്മെന്റ്, ബിസിനസ്, ഓൺട്രപ്രണർഷിപ്പ് മേഖല എന്ന് പറയും. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് വരാൻ 2 വഴികളുണ്ട്. ഒന്ന് ചാർട്ടേഡ് കോഴ്സുകളാണ്, മറ്റൊന്ന് സാധാ രീതിയിൽ ഡിഗ്രി കോഴ്സുകളാണ്, 3 അല്ലെങ്കിൽ 4 വർഷം. മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാനും 2 വഴികളുണ്ട്. ഒന്ന് IPM ആണ്, മറ്റൊന്ന് 3-4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. ഫോർ എക്സാമ്പിൾ BBA. ദെൻ ആദ്യം പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് അക്കൗണ്ടന്റ് ആവാൻ കഴിയുക, അതുപോലെ തന്നെ ഓഡിറ്റർ ആവാൻ കഴിയുക, അതുപോലെ തന്നെ ടാക്സ് പ്രാക്ടീഷണർ ആവാൻ കഴിയുക എന്നുള്ള മേഖലകളാണ്. ഇവിടേക്ക് വരാനുള്ള ഒന്നാമത്തെ വഴി ചാർട്ടേഡ് കോഴ്സുകളാണ്. പൊതുവെ ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ കോളേജുകളൊന്നും ഉണ്ടാവില്ല, കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് പഠിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള കോഴ്സാണ്.
കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ സ്റ്റാറ്റസിനെ കുറിച്ചും പവറിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. പൊതുവെ പവറുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും IPS, IAS എന്നൊക്കെ. ശരിയാണ്, IASനും IPSനും ഒക്കെ പവർ ഉണ്ട്. ദെൻ സ്റ്റാറ്റസ് ഉള്ള ജോലി ഏതെന്ന് ചോദിച്ചാൽ കുട്ടികൾ പൊതുവെ ഡോക്ടർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സ്റ്റാറ്റസ് ഒന്നും ഡോക്ടർമാർക്കൊന്നുമില്ല. സൊസൈറ്റി ഉണ്ടാക്കിയ ഒന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ഒരു കോഴ്സ് CA ആണ്, അല്ലെങ്കിൽ CS ആണ്, CMA ആണ്. എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ നിയമം പാസ്സാക്കിയെടുത്ത കോഴ്സുകളാണ് കൊമേഴ്സ് മേഖലയിലെ ചാർട്ടേഡ് കോഴ്സുകൾ. CA, CS, CMA എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇവിടെ നമ്മൾ ചാർട്ടേഡ് കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ഒരുപാട് ചാർട്ടേഡ് കോഴ്സുകൾ ഉണ്ട്. കംപ്ലീറ്റ് വിശദീകരിച്ച് സംസാരിക്കുക എന്നുള്ളത് ഈ ഒരു സെഷനിൽ പ്രായോഗികമല്ല. ഞാൻ അതിന്റെ ഒരു നെറ്റ്ഷെൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. CA ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. അതുപോലെ CS ഉണ്ട്, കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ്. ദെൻ CMA ഉണ്ട്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ACC ഉണ്ട്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. CIMA ഉണ്ട്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. CPA ഉണ്ട്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. CMA US ഉണ്ട്, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ദെൻ BAA ഉണ്ട്. CA പകുതി വെച്ച് നിർത്തിയാൽ ഒരാൾക്ക് ബിസിനസ് അക്കൗണ്ടിങ് അസോസിയേറ്റ് ആവാൻ പറ്റും. ദെൻ CAT ഉണ്ട്, സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ. CFP ഉണ്ട്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. CIA ഉണ്ട്, സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ. CFA ഉണ്ട്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. CPM ഉണ്ട്, സർട്ടിഫൈഡ് പർച്ചേസ് മാനേജർ. CWM ഉണ്ട്, സർട്ടിഫൈഡ് വെൽത്ത് മാനേജർ. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ചാർട്ടേഡ് കോഴ്സുകളായിട്ട് ഇന്ത്യയിലുള്ള കോഴ്സുകളുണ്ട്, വിദേശത്തുള്ള കോഴ്സുകളുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിൽ കുറച്ചെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഫസ്റ്റ് വൺ CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് കഴിഞ്ഞ ഒരാളെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയും. CA നെ കുറിച്ച് പൊതുവെ കുട്ടികൾ കേട്ടിരിക്കും, എക്സാം ടഫാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ്, അവിടേക്ക് പോകേണ്ടതെന്ന്. 100% ശരിയാണ്. എക്സാം നല്ല ടഫാണ്, പാസ് പെർസെൻറ്റേജ് നല്ല കുറവുമാണ്. പക്ഷെ ഇതൊന്നും ആർക്കും കിട്ടാത്ത ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ 10th അത്യാവശ്യം A+കളൊക്കെ ഉള്ള ആള്, നല്ല കഴിവൊക്കെ ഉള്ള ആൾക്കാർ സയൻസ് എടുക്കും. നമ്മുടെ ഒരു രീതി അതാണ്. അതിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും വലിയ മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൊമേഴ്സിലേക്ക് വരും കുറച്ച് മാർക്ക് കുറഞ്ഞ ഒരാള്, ഓക്കെ, വീണ്ടും മാർക്ക് കുറച്ച് കുറഞ്ഞ ആൾക്കാർ ഹ്യൂമാനിറ്റീസിലേക്ക് പോകും. അങ്ങനെയൊന്നും അല്ല ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നല്ല കഴിവുള്ള ഒരാള് കൊമേഴ്സ് എടുത്ത് അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാതെ ഈ CA, CS, CMA തുടങ്ങിയ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്നൊരു നല്ല പോസ്റ്റിലേക്ക് എത്താൻ ഈ CA അതുപോലത്തെ CS, CMA തുടങ്ങിയ കോഴ്സുകൾ കൊണ്ട് കഴിയും. അതുകൊണ്ട് എക്സാം ടഫാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ് എന്ന് വിചാരിച്ച് ആരും പോവാതിരിക്കേണ്ടതില്ല. കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ഓക്കെ, ഇതിന് 3 സ്റ്റേജ് ആണുള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ എന്ന് പറയും, മറ്റൊന്ന് ഇന്റർമീഡിയറ്റ് ആണ്, മറ്റൊന്ന് ഫൈനൽ ആണ്. ഓക്കെ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം എന്ന് നമുക്ക് പറയാം. 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റും. ഇവിടെ 4 പേപ്പർ ആണുള്ളത്. ഓക്കെ, അതിനുശേഷം ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഇവിടെ 6 പേപ്പർ ആണുള്ളത്, 3+3. ഓക്കെ, ദെൻ ഫൈനൽ നമുക്ക് 6 പേപ്പറാണ്, 3+3. 2ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ട് കീഴിൽ വർക്ക് ചെയ്യണം. അതിന് ഇന്റേൺഷിപ്പ്, ആർട്ടിക്കിൾഷിപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, മറ്റൊന്നാണ് കമ്പനി സെക്രട്ടറിഷിപ്പ്. കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ് കഴിഞ്ഞാൽ കമ്പനി സെക്രട്ടറി എന്ന് പറയും. സർ കേൾക്കുന്നില്ല. കമ്പനി സെക്രട്ടറിയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് കേൾക്കുന്നില്ല കേട്ടോ. അഷ്കർ സാറ് സൗണ്ട് ഇല്ലപ്പോ. സാർ ഒന്ന് ലെഫ്റ്റ് ഏതാണ് ജോയിൻ ചെയ്യും. ഹലോ, സ്ലൈഡ് ഷെയറിംഗ് മിസ് ആയിട്ടുണ്ട്. കമ്പനി സെക്രട്ടറിന്റെ അവിടെ നിന്ന് പറയണോ?
സോറി, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എൻ്റെ ലാപ്ടോപ്പ് കണക്ഷൻ ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ സർ കേൾക്കുന്നുണ്ട്. എൻ്റെ ലാപ്ടോപ്പിലെ കണക്ഷൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് സ്ലൈഡ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഇത് 100 ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എനിക്ക് വീണ്ടും അതിലേക്ക് ജോയിൻ ചെയ്യാൻ ചെറിയൊരു പ്രയാസമുണ്ട്. ഇനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് വൺ CSEET ആണ്, ദെൻ സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ് ആണ്, ദെൻ ഫൈനൽ പ്രൊഫഷണൽ എന്ന് പറയും. ഓക്കെ, ഒന്നാമത്തെ ഘട്ടത്തിൽ 4 പേപ്പറാണ്, രണ്ടാമത്തെ ഘട്ടത്തിൽ 7 ആണ്, ഫൈനലിലും 7 പേപ്പറുകളുണ്ട്. നേരത്തെ CA പറഞ്ഞതുപോലെ ഇവിടെയും നമുക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു മേഖലയാണ് CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. കമ്പനിയുടെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിയെ സഹായിക്കുകയാണ് ഒരു CS കാരൻ ചെയ്യുന്നതെങ്കിൽ, പ്രോഡക്റ്റ് പ്രൈസിങ്ങിന് കോസ്റ്റിങ്ങിലൊക്കെ ഈ മാനേജ്മെന്റ് അഡ്വൈസ് ചെയ്യുകയാണ് ഒരു CMA കാരൻ ചെയ്യുന്നത്. നമുക്കറിയാം, പെപ്സോഡിന്റെ വില നിശ്ചയിക്കണമെങ്കിൽ കോൾഗേറ്റിന്റെ വില അറിഞ്ഞിരിക്കണം. സിന്തോളിന്റെ വില നോക്കിയതിനു ശേഷം മാത്രമേ സന്തൂറിന്റെ സോപ്പിന്റെ വില ഇടാൻ പറ്റുള്ളൂ. ഈ ഒരു പണി ചെയ്യുന്നത് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, ദെൻ CA, CS, CMA ഏത് വേണമെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയാ. ദെൻ ഓപ്പണിങ്സ് കൂടുതലായിട്ട് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് വരുന്നത് CA ആണ്. അതുപോലെ തന്നെ CA കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒരാൾക്ക് അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് BCom ഒക്കെ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാനൊക്കെ പറ്റും. ദെൻ CS ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ജോലിക്ക് പരിമിതികളുണ്ട്. ലാംഗ്വേജ് സ്കില്ലൊക്കെ നല്ലോണം ഉള്ളവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് CS, കാരണം അതിൽ ഒരുപാട് നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദെൻ CMA എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൈസിംഗ് ഒക്കെ ആയതുകൊണ്ട് മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഓപ്പണിങ്സ് വരുന്നത്. ദെൻ മറ്റൊരു മേഖലയാണ് ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. ഇന്ത്യയിൽ CA ഉള്ളതുപോലെ UK-യിൽ ACCA ഉണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ CA എന്നും ഈ ACCA പറയാറുണ്ട്. ദെൻ പൊതുവെ കുട്ടികൾ ചോദിക്കാറുണ്ട് CA ചെയ്യണോ ACCA ചെയ്യണോ എന്നുള്ളത്. ഞാൻ പറയാം, നിങ്ങളുടെ ഇഷ്ടം എന്നാണ്. എങ്കിലും അവ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇന്ത്യൻ CAയുടെ പ്രത്യേകത ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണം. ACCA ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യേണ്ടതില്ല. 13 പേപ്പർ ഉള്ളത്, ഓരോ പേപ്പറും നമുക്ക് സൗകര്യം പോലെ ഓരോന്നോരോന്ന് എഴുതിയെടുക്കാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണം, അതിന്റെ സൈനിങ് അതോറിറ്റി പവറൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലത് CA ആണ്. വിദേശ ജോലികൾക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നവർക്ക് ACCA ചെയ്യാം. ഇതിന്റെ അർത്ഥം CA ചെയ്ത ആൾക്ക് വിദേശത്ത് ജോലി ഇല്ല എന്നോ ACCA ചെയ്ത ആൾക്ക് ഇവിടെ നാട്ടിൽ ജോലി ഇല്ല എന്നൊന്നുമല്ല, ചെയ്യാം. ദെൻ എക്സ്പെൻസീവ് ആണ് ACCA CA കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, മറ്റൊരു ഓപ്ഷനാണ് CIMA, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇന്ത്യയിൽ CMA ഉള്ളതുപോലെ UK-യിൽ CIMA ഉണ്ട്. ഓക്കെ, ഇതിന് 4 മേഖലകളിലായിട്ട് 3 പേപ്പർ വീതം. ഓക്കെ, 16 പേപ്പറാണ് മൊത്തം ഒരു +2 കഴിഞ്ഞ കുട്ടി ചെയ്യുന്നതാണെങ്കിൽ ഈ കോഴ്സിനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഒക്കെ ബന്ധപ്പെട്ട മേഖലകളാണ് CIMA കൈകാര്യം ചെയ്യുന്നത്. ദെൻ മറ്റൊരു കോഴ്സാണ് CMA US. ഇന്ത്യയിൽ CMA ഉണ്ട്, US-ലും ഉണ്ട് CMA. ഇന്ത്യൻ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ US CMA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, ദെൻ പൊതുവെ 2 പേപ്പറാണ് ഇതിനുള്ളത്. 1 വർഷം കൊണ്ടൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ പ്രത്യേകിച്ച് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. 2 പേപ്പർ അല്ലേ ഉള്ളൂ, 1 വർഷമേ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഓടിപ്പോവരുത്. ആക്ച്വലി ഇതൊരു PG കോഴ്സാണ്, ഡിഗ്രിക്ക് ശേഷം ചെയ്യേണ്ട ഒരു കോഴ്സാണ്. പക്ഷെ +2 കഴിഞ്ഞ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അവാർഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. മാത്രവുമല്ല 2 പേപ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-12 പേപ്പറിന്റെ ഒരു കനം ഇതിനുണ്ട്. ദെൻ ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് വിചാരിച്ച് ഓടിപ്പോവരുത്. നല്ല അനലിറ്റിക്കൽ സ്കില്ല്, അതുപോലെ തന്നെ റീസണിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുക. കറക്കി കുത്തിയാലൊന്നും ശരിയാവില്ല എന്നർത്ഥം. അതുകൊണ്ട് 1 വർഷം കൊണ്ട്
ലൈഫ് സെറ്റ് ആവുമെന്നൊന്നും വിചാരിച്ച ആരും ഇതിന് പോവരുത്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മേഖലകളാണ്. ഹാർഡ് വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ, നല്ല കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ CMA US ചെയ്യാം, നോ പ്രോബ്ലം. ദെൻ ഇന്ത്യൻ CMA വേണോ US CMA വേണോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ CMA നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൈനിങ് അതോറിറ്റി പവർ ഒക്കെ ഉണ്ട്, അത് എൻജോയ് ചെയ്യാൻ സഹായിക്കും. വിദേശ ജോലിക്ക് ഒരാൾ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ CMA US ചെയ്യാം. ഇതിനർത്ഥം CMA US ചെയ്ത ആൾക്കാർക്ക് നാട്ടിൽ ജോലി തീരെ ഇല്ല എന്നോ, അതുപോലെ തന്നെ CMA ഇന്ത്യ ചെയ്ത ആൾക്കാർക്ക് വിദേശത്ത് ജോലി ഇല്ല എന്നൊന്നുമല്ല. ഒരുപാട് MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, CMA ഇന്ത്യയും CMA US തമ്മിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മറ്റൊരു മേഖലയാണ് BAA. അത് ഒരു കോഴ്സായിട്ട് ഞാൻ പറയുന്നില്ല. ഒരാൾ CA 2 സ്റ്റേജ് കഴിഞ്ഞു, ഫൈനൽ സ്റ്റേജ് കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് BAA എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ബിസിനസ് അക്കൗണ്ടിങ് അസോസിയേറ്റ്. ഇതിന്റെ കൂടെ BCom ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജൂനിയർ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ ഒന്നാണ് CAT, സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ. ഇതൊരു ഷോർട്ട് ടേം കോഴ്സാണ്, +2 കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇന്ത്യൻ CMAക്ക് 3 സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേജ് എൻട്രൻസ് ആണ്, +2 യോഗ്യത വെച്ചിട്ട് എൻട്രൻസ് എഴുതാം. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എൻട്രൻസ് ക്ലിയർ ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം. ഡിഗ്രി ചെയ്യണമെങ്കിൽ 3-4 വർഷം എടുക്കും. അതേസമയം ഈ പറഞ്ഞ CAT എന്ന കോഴ്സ് ക്ലിയർ ചെയ്താൽ +2 കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്താൽ ആ കുട്ടിക്ക് CMAയുടെ സെക്കൻഡ്സിലേക്ക് നേരിട്ട് വരാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 3-4 വർഷം ലാഭിക്കാൻ കഴിയും ഈ CMA നടത്തുന്ന ഷോർട്ട് ടേം കോഴ്സായ CAT +2 കൂടെ ക്ലിയർ ചെയ്താൽ. ഓക്കെ, ദെൻ ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇനിയുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴ്സുകൾ. അതാണ് CFA, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, CFP, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, CIA, സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ, CWM, സർട്ടിഫൈഡ് വെൽത്ത് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു വഴി, മുകളിൽ പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് വരാനുള്ളത് സാധാ രീതിയിൽ നമ്മൾ കേട്ട് പരിചയമുള്ള BCom ആണ്. അറിയാലോ എല്ലാവർക്കും, ബാച്ചലർ ഓഫ് കൊമേഴ്സ്, 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ്. FYUGP എല്ലാവരും കേട്ടിട്ടുണ്ടാവും, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ഈ 4 ഇയർ UG എന്ന് കേട്ടത് കൊണ്ട് 4 വർഷം ഉണ്ട് നിർബന്ധമായിട്ടും BComന് എന്ന് വിചാരിക്കരുത്. 3 വർഷം കഴിഞ്ഞ് എക്സിറ്റിനുള്ള ഓപ്ഷനും ഉണ്ട്. 3 വർഷം കഴിഞ്ഞ് ഡിഗ്രി നിർത്തിയാൽ പിന്നെ PGക്ക് പോകുന്ന സമയത്ത് 2 വർഷം PG ചെയ്യേണ്ടി വരും. അതേസമയം ഒരാൾ 4 വർഷത്തെ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ PGക്ക് 1 വർഷം പോയാലും മതിയാവും. ഓക്കെ, ദെൻ എൻട്രൻസ് എക്സാമിനേഷൻ ഉള്ള BCom ഉണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാത്ത BCom ഉണ്ട്. കേരളത്തിൽ പൊതുവെ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല. കേരളത്തിന്റെ പുറത്ത് പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ കുട്ടികൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് BCom ഏത് ചെയ്യണമെന്ന്. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് അതിന്റെ സബ് എന്ത്, സ്പെഷ്യലൈസേഷൻ എന്ത് എന്ന് നോക്കേണ്ടതൊന്നുമില്ല. നമ്മൾ സ്പെഷ്യലൈസേഷൻ ഒക്കെ നോക്കേണ്ടത് ഡിഗ്രിക്ക് ശേഷം PG ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് നല്ല ഒരു കോളേജിൽ BComന് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേസമയം BCom കോർപ്പറേഷൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിലേക്ക്, സഹകരണ മേഖലയിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കാൻ ഈ കോഴ്സ് കൊണ്ട് സഹായിക്കും, മിൽമ തുടങ്ങിയ മേഖലകളിലേക്ക്. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങളൊക്കെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ചില സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ BComന്റെ കൂടെ ഒരുപാട് സബുകൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ. അതായത് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഏവിയേഷൻ മേഖല, ദെൻ ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, അപ്പം അതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സ് നമ്മൾ ഉണ്ടാവും. പക്ഷെ പൊതുവെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഡിസ്റ്റന്റ് മോഡിലൊക്കെ ഡിഗ്രി അവാർഡ് ചെയ്യുന്ന രീതിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഡിഗ്രി തലത്തിൽ ഇത്തരം സ്പെഷ്യലൈസേഷനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ടതില്ല. ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകളോ കഴിയുമെങ്കിൽ MBA മേഖലയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കും. ഇത്രത്തോളാണ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്. ഒരു മേഖലയും
കുട്ടികൾ കേട്ടിട്ടുണ്ടാവും മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, മറ്റൊരു മേഖല സ്റ്റാർട്ടപ്പ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആവുക, സംരംഭകനാവുക, സ്വയം ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതൊക്കെയാണ്. ഇവിടേക്ക് വരാനും നേരത്തെ പറഞ്ഞതുപോലെ 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി IPM എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. തുടർച്ചയായിട്ട് 5 വർഷം പഠിച്ചാൽ ഡിഗ്രിയും PGയും ഒന്നിച്ച് കിട്ടും. നല്ല കപ്പാസിറ്റി ഉള്ളവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. സ്ഥാപനങ്ങൾ വളരെ കുറവാണ്, വളരെ എക്സ്പെൻസീവ് ആണ് ഈ കോഴ്സുകൾ. ദെൻ ചില IIMകളൊക്കെ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ IIM ഇൻഡോർ, IIM റോത്തക്, IIM റാഞ്ചി തുടങ്ങിയ സ്ഥാപനങ്ങൾ. ദെൻ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഒക്കെ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല കഴിവുള്ള കുട്ടികൾ കുറച്ച് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാനുള്ള നല്ലൊരു ഓപ്ഷനാണ് IPM. ഓക്കെ, IIM ഇൻഡോർ IPMAT എന്നൊരു എൻട്രൻസ് നടത്തുന്നുണ്ട്. അതുവഴി IIM ഇൻഡോറിലും IIM റാഞ്ചിയിലും ഒക്കെ അഡ്മിഷൻ കിട്ടും. അതുപോലെ IPMAT എന്ന മറ്റൊരു എക്സാം ഉണ്ട്, പേര് സെയിം ആണ് പക്ഷെ വേറൊരു എക്സാം ആണ്. അതുവഴി നമുക്ക് IIM റോത്തക്കിൽ അഡ്മിഷൻ കിട്ടും. ജിപ്മാറ്റ് എന്നൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, ഇതുവഴി നമുക്ക് IIM ബുദ്ഗയയിലും IIM ജമ്മുവിലും ഒക്കെ അഡ്മിഷൻ കിട്ടും. ഇതിനു പുറമെ IIM ഷില്ലോങ് ഒക്കെ ഈ വർഷം IPM തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാനുള്ള രണ്ടാമത്തെ വഴി ഡിഗ്രിക്ക് ശേഷം MBA ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയും ആവാം. ഏത് ഡിഗ്രിയും ആവാമല്ലോ എന്ന് വിചാരിച്ച് ഡിഗ്രിക്ക് വേണ്ടി ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ള രീതി ആവരുത്. ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് BCom ചെയ്യുകയാണ്. കാരണം BCom ചെയ്താൽ അക്കൗണ്ടന്റ് ആയി. ഓക്കെ, ഇനി അഥവാ MBAക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. മാത്രവുമല്ല, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ജോലി ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് MBA ചെയ്യാം. എക്സിക്യൂട്ടീവ് MBA എന്നുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റിയ MBAകളൊക്കെ. അതുകൊണ്ട് BCom ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോ ഒരു കുട്ടി സയൻസ് ഒക്കെ കഴിഞ്ഞു, സയൻസുമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല, മാനേജ്മെന്റ് മേഖലയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഡിഗ്രി ചെയ്യണം, MBA ചെയ്യണമെന്നൊക്കെ ആണെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പ്രശ്നം ഒഴിവാക്കാൻ ഒരുപക്ഷെ BBA ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. BCom വരുന്ന സമയത്ത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഇനി ഒരു കുട്ടി ആ പ്രശ്നം ഓവർകം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നോ പ്രോബ്ലം, BCom ദെൻ MBA, അല്ലെങ്കിൽ BBA ദെൻ MBA. BComഉം BBAയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാൾ BCom കഴിഞ്ഞു, BBA കഴിഞ്ഞു, ഓപ്പണിങ്സ് കുറച്ച് അധികം ഉണ്ടാവുക പൊതുവെ ഈ BCom കഴിഞ്ഞവർക്കായിരിക്കും. BBAക്ക് അത്രത്തോളം ഓപ്പണിങ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, കാരണം ഒരു അക്കൗണ്ടന്റ് ആവാനുള്ള സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ BCom ആണ്. അതേസമയം മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാൻ പൊതുവെ MBA വേണ്ടി വരും. അതുകൊണ്ട് BBAക്ക് ശേഷം MBA ചെയ്യൽ ഏറെക്കുറെ നിർബന്ധമാവും. ഓക്കെ, ഇനി ഒരാൾ എന്തായാലും MBA ചെയ്യും, ഒരു ലോങ് ടേം പ്ലാൻ ഒക്കെ ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അക്കൗണ്ടൻസി ഒന്നും വലിയ ഇഷ്ടമായിട്ടില്ല +2 തലത്തിലെങ്കിൽ BBA ചെയ്യാം. ഇനി ഒരു കുട്ടി സയൻസ് കഴിഞ്ഞു, മാനേജ്മെന്റ് മേഖല താല്പര്യമുണ്ട്, സയൻസ് മേഖലയിൽ ഒരു ഡിഗ്രിക്ക് ശേഷം MBA ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ BTech ദെൻ MBA. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ MBBS കഴിഞ്ഞ് MBA ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഒരാൾ B.Pharm കഴിഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് MBA ഒക്കെ ചെയ്തിട്ട് വരാം. അതുകൊണ്ട് എനി ഡിഗ്രി എന്നുള്ളത് ശ്രദ്ധിച്ചെടുക്കണം. ഇനി ഒരു കുട്ടി സയൻസ് കഴിഞ്ഞു, മാത്സ് നല്ല ഇഷ്ടമാണ്, മാനേജ്മെന്റ് ഇഷ്ടമാണ്, ഒരാൾ BSc മാത്സിന് ശേഷം MBA ചെയ്യാം. മാത്രവുമല്ല MBA എൻട്രൻസ് എക്സാംസുകളിൽ മാത്തമാറ്റിക്സ് പകുതിയോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഒരാൾ ലാംഗ്വേജ് നല്ല സ്കില്ലുണ്ട്, ഓക്കെ, ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു, മാനേജ്മെന്റ് മേഖലയിലേക്കൊക്കെ വരാൻ താല്പര്യമുണ്ട്, അയാൾ ഒരു BA ഇംഗ്ലീഷിന് ശേഷം MBA ശ്രമിക്കാം. കാരണം MBA എൻട്രൻസ് എക്സാംസിൽ ഇംഗ്ലീഷ് ആവശ്യമാണ്. മാത്രമല്ല MBA അഡ്മിഷന് എൻട്രൻസ് എക്സാം മാത്രമല്ല ഉള്ളത്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും, അവിടേക്കൊക്കെ ലാംഗ്വേജ് സഹായിക്കും. ഈ രീതിയിലൊക്കെയാണ് ഡിഗ്രി നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ BBA MBA എന്ന് പറഞ്ഞു കേട്ട് ശീലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു BBA ദെൻ MBA എന്ന് ടാർഗറ്റ് ചെയ്യരുത്. ഓക്കെ, ദെൻ ഈ മേഖലയിലേക്ക് വരാനുള്ള രണ്ടാമത്തെ വഴി ഡിഗ്രി പ്ലസ് MBA എന്ന് പറഞ്ഞു. ഡിഗ്രിയെ എങ്ങനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞു. ഇനി MBA കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും നല്ല സ്ഥാപനം നമുക്കറിയാം IIMകളാണ്. അവിടേക്ക് CAT എന്ന എക്സാമിനേഷൻ ഉണ്ട്. IITകളും NITകളും ഒക്കെ MBA കൊടുക്കുന്നുണ്ട്, BTech MTechഉം മാത്രമല്ല. അവിടേക്കൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് IIM എൻട്രൻസ് എക്സാമിനേഷനായ CAT ക്ലിയർ ചെയ്യണം. ഇതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ബിസിനസ് സ്കൂളുകളും നമുക്ക് MBA ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
MBAയിൽ നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാം. അത് HR അതുപോലെ തന്നെ ഫൈനാൻസ്, മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു കോർ ബ്രാഞ്ച് എന്നുള്ള അർത്ഥത്തിൽ ഓപ്പണിങ്സ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. കാരണം HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാ സ്ഥാപനത്തിലും ആവശ്യമുണ്ട്. മാർക്കറ്റിംഗ് എല്ലാ സ്ഥാപനത്തിലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻസ് എല്ലാ സ്ഥാപനത്തിലും ആവശ്യമുണ്ട്. ഇതൊക്കെ ജനറൽ ആണ്. ഇനി ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനുകൾ ഉണ്ടാവും. ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഈവന്റ് മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷനുകൾ നമുക്ക് MBAയുടെ ഭാഗമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ തന്നെ ഉണ്ട്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് MBAയിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇൻഷുറൻസ് ആൻഡ് ആക്ച്വറിയൽ സയൻസുമായി ബന്ധപ്പെട്ട് ഡിഗ്രിക്ക് ശേഷം കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് MBAയുടെ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഇതുപോലെ ഈവന്റ് മാനേജ്മെന്റ് ഉണ്ട്, റീറ്റെയിൽ മാനേജ്മെന്റ് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഒരുപാട് മേഖലകൾ നമുക്കുണ്ട്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഓണ്ടർപ്രണർഷിപ്പ്. ഓണ്ടർപ്രണർഷിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന IIM-കൾ ഉണ്ട്, ബിസിനസ് സ്കൂളുകളുണ്ട്. ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് MBA അല്ലാത്ത രീതിയിൽ കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക, ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. ജോലി കൊടുക്കുന്ന, ശമ്പളം കൊടുക്കുന്ന ഒരു ജോലിയാണ് ഓണ്ടർപ്രണർഷിപ്പ്. അതും നല്ലൊരു ഓപ്ഷനാണ് കൊമേഴ്സ് മേഖലയിൽ. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അവസാനം പറഞ്ഞ മേഖല തന്നെ ഒരു സൺഡേ കരിയർ ഓൺലൈൻ ചെയ്യാൻ മാത്രമുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ്, ആക്ച്വറിയൽ സയൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ഈവന്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ്, ഫോറിൻ എക്സ്ചേഞ്ച്, ദെൻ മാർക്കറ്റ് റിസർച്ച്, ബിസിനസ് ജേർണലിസം, ബിസിനസ് എക്കണോമിക്സ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. കുട്ടികൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ കൊമേഴ്സിൽ സാധ്യതകൾ ഉണ്ട് എന്നൊരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതോടെ ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 40 മിനിറ്റ് പ്രസന്റേഷൻ എടുത്തു. 40-45 മിനിറ്റ് ആണ് പ്രസന്റേഷൻ ഉദ്ദേശിച്ചത്. ഏകദേശം 40-45 മിനിറ്റ് നമുക്ക് Q&A സെഷനും ഉണ്ട്. അപ്പം ഇനി കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്കും അവരുടെ ചോദ്യങ്ങളാവാം. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് ചോദിക്കാം, പറയാത്തതും ചോദിക്കാം. കൊമേഴ്സ് മേഖലയിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഉദ്ദേശിച്ചത്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നെ കേൾക്കുന്നതുണ്ട്. +2 പരീക്ഷ കഴിഞ്ഞു, ദെൻ റിസൾട്ട് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. +1 കംപ്ലീറ്റ് ചെയ്തു, നാളെ +2ലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ കൊമേഴ്സുമായി ബന്ധപ്പെട്ടതല്ലാത്ത മേഖലകൾ, പ്രത്യേകിച്ച് സയൻസ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, പ്യുവർ സയൻസ്, അതുപോലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് സൈക്കോളജി, സോഷ്യൽ വർക്ക്, ടീച്ചിങ്, ലാംഗ്വേജ് സ്റ്റഡീസും ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഏകജാലക സംവിധാനം, കമ്മ്യൂണിറ്റി ഫോം, മാനേജ്മെന്റ് കോട്ടയ്ക്കായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഞാൻ ഇവിടെ ഉള്ളതിന് പുറമെ സിജിയിലെ സീനിയർ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അവരും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. ഒരു ഗൂഗിൾ ഫോം ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ. ഗൂഗിൾ ഫോമിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും. ദെൻ കുറച്ചു പേരൊക്കെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ, അതും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ സ്പെസിഫിക് ആക്കി ചോദിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ഓവർ ടു യാസീൻ. നമുക്ക് ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം. ഓക്കെ, 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് മുഹമ്മദ് നാഫിദ്, വാട്ട് അബൌട്ട് BCA ആഡ് ഓൺ കോഴ്സ്? ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. BCA വിത്ത് AI, BCA വിത്ത് ML എന്ന ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും ചോദിച്ചത്. ഓക്കെ, അപ്പം കൊമേഴ്സ് കഴിഞ്ഞ ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ, കൊമേഴ്സിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലൊക്കെ BCA എന്ന കോഴ്സ് ചെയ്യാൻ പറ്റും. സയൻസ് കഴിഞ്ഞ കുട്ടിക്കും മാത്സ് ഉള്ളത് കൊണ്ട് BCAക്ക് വരാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കീഴിലെ കോളേജുകളിൽ. ഇനി ഹ്യൂമാനിറ്റീസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള സ്ഥാപനങ്ങളുണ്ട്.
അപ്പം ആ കുട്ടിക്കും BCAയിലേക്ക് വരാൻ പറ്റും. IT സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ മേഖലയിൽ താല്പര്യമുള്ളവർ, നല്ല കഴിവുള്ളവരാണെങ്കിൽ, സയൻസ് എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ BTech ലെവലിൽ ശ്രമിക്കാം. MTech ആ രീതിയിലേക്ക് വരാം. ഇനി സയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരു BTech ലെവലിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആ രീതിയിലും IT മേഖലയിലേക്ക് വരാൻ പറ്റും. ദെൻ ഇനി സയൻസ് ഒന്നും എടുത്തിട്ടില്ല, അതേസമയം IT ഇഷ്ടമുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് BCA ലെവലിലേക്ക് വരാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ BCom BBA സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് സൂചിപ്പിച്ചു. ഡിഗ്രി തലത്തിൽ സ്പെഷ്യലൈസേഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധർ ചെയ്യേണ്ടതില്ല. നമുക്കൊരു ലോങ് ടേം പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ PG തലത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പെഷ്യലൈസേഷനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് BCAയിലും കമ്പ്യൂട്ടർ ആണ്, അതുകൊണ്ട് സ്പെഷ്യലൈസേഷനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു സ്ഥാപനത്തിൽ പോയിട്ട് BCA പഠിക്കുക, അതിനുശേഷം MCAയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽസോ മെഷീൻ ലേണിംഗോ റോബോട്ടിക്സോ ഡാറ്റ സയൻസോ ഇന്റർനെറ്റ് ഓഫ് തിങ്സോ അവിടേക്കൊക്കെ പോകാൻ പറ്റും. ഇനി വലിയ ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല എങ്കിൽ BCAക്ക് ശേഷം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ചില സ്ഥാപനങ്ങള് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന സ്പെഷ്യലൈസേഷനൊക്കെ കൊടുക്കുന്നുണ്ടാവും. അത് നമ്മൾ നേരിട്ട് അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചില സ്ഥാപനങ്ങളൊക്കെ പേരിന്റെ കൂടെ AI ML റോബോട്ടിക്സ് എന്നൊക്കെ ചേർക്കുന്നുണ്ട്. ഒരുപക്ഷെ 3-4 വർഷത്തെ കോഴ്സിൽ 1-2 പേപ്പർ മാത്രമായിരിക്കും അതിലൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ എത്രത്തോളം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സിലബസിൽ എത്രത്തോളം ഉണ്ട്, അവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റി എത്രത്തോളം ഇതിൽ ക്വാളിഫൈഡ് ആണ്, ക്വാളിറ്റി ഉള്ളവരാണെന്നൊക്കെ ഉറപ്പ് വരുത്തണം. പിന്നെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വന്നത്, ആർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ബെറ്റർ ഫോർ BBA ദാൻ കോളേജസ് ഇൻ കേരള? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. കേരളത്തിൽ ഇത് മോശമാണ് എന്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റി എല്ലാം ഓക്കെ എന്നോ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് ലൈബ്രറി സംവിധാനങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കൂടുതലായിട്ട് ഉണ്ടാവും. മറ്റൊന്ന് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് സിലബസ് ആയിരിക്കും. ഓക്കെ, ആ ബെനിഫിറ്റ് തീർച്ചയായിട്ടും നമുക്ക് മാറുന്ന കാലത്ത് ഉണ്ടാവും. പിന്നെ ഇൻഡസ്ട്രി ലിങ്ക്ഡ് ആയിട്ടുള്ള സിലബസുകളൊക്കെ പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇൻഡസ്ട്രിയിലെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. പ്രസന്റേഷൻ തുടക്കത്തിൽ നമ്മൾ ഇൻഡസ്ട്രി അക്കാദമിയ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇത്തരം ഇൻഡസ്ട്രി ലിങ്ക്ഡ് സിലബസുകളൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ടീച്ചിങ് ഫാക്കൽറ്റി ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പൊതുവെ ഉണ്ടാവും. വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ആൾക്കാരൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത കൾച്ചറിൽ നിന്നും വരുന്ന കുട്ടികളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയാലുണ്ടാവും. ഗ്ലോബൽ വില്ലേജിലാണ് നമ്മളുള്ളത്. ഗ്ലോക്കലൈസേഷൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ലോക്കലൈസേഷനും കൂടിയതാണ് ഗ്ലോക്കലൈസേഷൻ. ഈ കാലത്തൊക്കെ വ്യത്യസ്ത കൾച്ചറുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇടപഴകാനുള്ള വലിയ അവസരങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചാൽ നമുക്ക് വിദേശ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പഠിക്കാൻ പോകാനൊക്കെ ഉപകരിക്കും. LOR എന്ന് പറയും, ലെറ്റർ ഓഫ് റെഫറൻസ്. നമ്മൾ വിദേശത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് LOR വേണം. ഇതൊക്കെ റെഫറൻസ് നൽകാൻ നല്ല കഴിവുള്ള ഈ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് കണക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നത്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് PhD in mechanical engineering. What opportunities will be there other than teaching for me എന്നാണ് ചോദിച്ചത്. PhD കഴിഞ്ഞ ഒരാളെ കൊണ്ട് PhDക്ക് ശേഷമുള്ള സാധ്യതകളൊക്കെ ഈ ഒരു വേദിയിൽ പൊതുവായിട്ട് പറയുന്നതിൽ പരിമിതികളുണ്ട്. ഇത് ഈ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കേസാണ്. ഇപ്പം റിസർച്ച് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം വായിച്ചു പഠിച്ച് ഗവേഷണം നടത്തിയതിനു ശേഷം ആ റിസർച്ചുമായി ബന്ധപ്പെട്ട് മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ ജോലിക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ അത് ഈ ഒരു സ്പെസിഫിക് കേസ് PhD കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കേസാണ്. അപ്പൊ അത് ഇവിടെ ഇത്തരം ഒരു വേദിയിൽ പൊതുവായിട്ട് പറയുന്നതിൽ പരിമിതികളുണ്ട്.
അപ്പൊ ആ രീതിയിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. എന്റെ നമ്പർ ഒന്ന് ജസ്റ്റ് യാസീൻ ഈ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അടുത്തൊരു ചോദ്യം. വിച്ച് ഈസ് ദ ബെസ്റ്റ് കോളേജ് ഫോർ BSc നഴ്സിംഗ്? കേരളത്തിൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ BSc നഴ്സിംഗിന് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ ഡിപ്പെൻഡ് ചെയ്യാം. രണ്ടാമത് നമുക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്, അത് ഓപ്റ്റ് ചെയ്യാം. മൂന്നാമത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, അത് ഓപ്റ്റ് ചെയ്യാം. ഇനി നാഷണൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ ജിപ്മർ ഉണ്ട്, നീറ്റ് അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. എയിംസുകളുണ്ട്, സ്വന്തം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, അതുവഴി നമുക്ക് BSc നഴ്സിംഗ് ശ്രമിക്കാം. ആർമി നഴ്സിംഗ് ഉണ്ട് ഡിഫൻസിൽ, അതും ഈ നീറ്റ് സ്കോർ വഴിയാണ് ശ്രമിക്കാം. നിംഹാൻസ് ബാംഗ്ലൂർ നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്, ഒരു ഓപ്ഷനാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ ഓക്കെ, അത് ഇഷ എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചത്. ആള് ഒന്നുകൂടി ക്ലാരിഫൈ ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ക്ലിയർ ആണല്ലോ. ഓൾ ഇന്ത്യ ലെവലിലേക്ക് ശ്രമിക്കുകയാണെങ്കിൽ എയിംസ്, ജിപ്മർ, ആർമി നഴ്സിംഗ് ഒക്കെ ഉണ്ട്. കേരളത്തിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട്. തയ്യാറാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ആ രീതിയിലേക്കും ശ്രമിക്കാം. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ CGയുടെ സീനിയർ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഡീഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇടപെടണം, ഡിലീഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും ഇടപെടണം. ഓക്കെ, അടുത്ത ചോദ്യം. കമ്പ്യൂട്ടർ കൊമേഴ്സ് എടുത്ത ആൾക്ക് BCA എളുപ്പമാകുമോ എന്നാണ് ചോദിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് ആണോ ഉദ്ദേശിച്ചത്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണോ ഉദ്ദേശിച്ചത്? സയൻസ് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് കഴിഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ടും അവർ മാക്സിമം പഠിച്ചിട്ടുണ്ടാവും സയൻസിന്റെ ഭാഗമായിട്ട്. അത്തരം കുട്ടികൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മാത്തമെറ്റിക്കൽ സ്കിൽ വലിയ രീതിയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ബിടെക്കിൽ അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് ഒന്നും ചെയ്യാതെ കുറച്ച് സൗകര്യം ഏതായിരിക്കും, ഈ പറയുന്ന BCA ആയിരിക്കും. ഇപ്പൊ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് IT നല്ല ഇഷ്ടവും ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ BCA തന്നെയാണ്. കാരണം ആദ്യം പറഞ്ഞ രണ്ട് ഓപ്ഷനും ഇവർക്ക് കഴിയില്ലല്ലോ. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാനും കഴിയില്ല, BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാനും കഴിയില്ല. മാത്തമെറ്റിക്കൽ സ്കില്ല്, ലോജിക്, റീസണിങ് കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു മേഖലയാണ് IT. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, IT കമ്പ്യൂട്ടർ മേഖലയിലേക്ക് പല പല വഴിക്ക് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരോടും നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ബിടെക് MTech കമ്പ്യൂട്ടർ സയൻസ് IT-ക്കാരുണ്ട്, BSc MSc കമ്പ്യൂട്ടർ സയൻസ് IT-ക്കാരുണ്ട്, BCA MCA-ക്കാരുണ്ട്. ദെൻ പോളിടെക്നിക്കുകളിലും എന്തുണ്ട്, ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒരാൾക്ക് ഇനി BCA അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ട് പോളിടെക്നിക്കിന് പോവാം. പോളിടെക്നിക്ക് കഴിഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ ബിടെക്കിലേക്ക് വരാനുള്ള ഓപ്ഷനും ഉണ്ട്. BSc നഴ്സിംഗിന് നിംഹാൻസ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞു. പിന്നെ AI എന്ന് കേൾക്കുമ്പോൾ മാത്സിൽ നല്ല ഡെപ്ത് ഉള്ളവർ മാത്രം പോരാ അതിലേക്ക് പോകാൻ. മാത്സ് നല്ല ഡെപ്ത് വേണ്ടേ? അതെ. മാത്തമെറ്റിക്കൽ സ്കില്ല്, ലോജിക്, റീസണിങ് കപ്പാസിറ്റി ഉള്ളവർക്കാണ് അതിൽ തിളങ്ങാൻ കഴിയുക. AI ടൂൾസ് ഉപയോഗിക്കുന്ന അത്ര എളുപ്പം AI പഠിച്ചെടുക്കാൻ ഉണ്ടാവില്ല. നാസർ മാഷ് ഇതിലുണ്ട്, ഇടപെടാൻ പറ്റിയ ആളായിട്ട്. അതുപോലെ തന്നെ മറ്റ് ലുക്മാൻ സാർ ഇപ്പം സംസാരിച്ചു. അതില് അസ്കർ മാഷേ, പിന്നെ ഈ മഹാൻസ് വിളിച്ചത് സൈക്യാട്രിക് നഴ്സിംഗ് ആണ്. അത് കൊടുക്കുന്ന അപൂർവ സ്ഥാപനമാണ് ബാംഗ്ലൂരിലെ ഇംഹാൻസ്. ഇപ്പോഴാണ് അപേക്ഷ കൊടുക്കേണ്ടത്. സൈദലയു മാഷ് ഗ്രൂപ്പിലുണ്ട്, സക്കരിയ സാർ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളൂ. കൊമേഴ്സ് കഴിഞ്ഞ ചില കുട്ടികള് നഴ്സിംഗിനായി ജർമ്മനിയിലേക്ക് പോകുന്നതായി കേൾക്കുന്നുണ്ട്. അതിന്റെ അവസ്ഥ എങ്ങനെയാണ്?
അതായത് ജർമ്മനിയിലേക്ക് കുട്ടികൾ പോവാനുള്ള ഒരു കാരണം ഫ്രീ ആണ് എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര കംപ്ലീറ്റ് അത് ഫ്രീ അല്ല. കാരണം അവിടെ വന്നിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൊതുവായിട്ട് പറയുമ്പോൾ വിദേശ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ജർമ്മനിയിൽ പഠനം ഫ്രീ ആണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും ഉണ്ട് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ചില ലൂപ്പ് ഹോളൊക്കെ ഉപയോഗിച്ചിട്ട് നഴ്സിങ്ങിനൊക്കെ പോകുന്നത്. ഒരു BSc നഴ്സിംഗ് അല്ലെങ്കിലും ഒരു ഡിപ്ലോമ രീതിയിലൊക്കെ. ഇതില് വിദേശത്ത് പോകുന്ന കുട്ടികൾ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട സയൻസ് വിഷയങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് കോച്ചിങ്ങും ക്ലാസ്സും ഒക്കെ കിട്ടിയിട്ട് പോകുന്ന രീതിയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു സയൻസ് ഇല്ല എന്നുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ കേരളത്തില് പൊതുവെ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് മേക്കപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും പൊതുവെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാള് നഴ്സിംഗ് എങ്ങനെ പഠിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇനി ചില കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ GNM-ന് മാനേജ്മെന്റ് സീറ്റ് ഒക്കെ വാങ്ങാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. അതായത് സയൻസ് പഠിച്ച കുട്ടികൾ ഇല്ലാത്ത സീറ്റിലേക്ക് സയൻസ് പഠിക്കാത്ത കുട്ടികളെയും അഡ്മിറ്റ് ചെയ്യാമെന്ന ചെറിയൊരു ലൂപ്പ് ഹോളൊക്കെ ഉപയോഗിച്ചിട്ട് മാനേജ്മെന്റ് സീറ്റിലേക്കൊക്കെ സീറ്റ് വാങ്ങാറുണ്ട്. അപ്പൊ ചില കുട്ടികളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല കഴിവൊക്കെ ഉണ്ട്, സയൻസ് എടുത്തിട്ടില്ല, പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് തോന്നുകയാണ് സയൻസുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കലിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ കഴിവുള്ള ഒരാളെ ശ്രമിക്കുകയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഉണ്ടാവും. പൊതുവായിട്ട് പറയുമ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാള് ഡിഗ്രി അല്ല ഡിപ്ലോമക്ക് പോയാൽ പോലും കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പൊ ആ കുട്ടിയുടെ കഴിവും കുട്ടിയുടെ എഫേർട്ടിനൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. കേരളത്തിന്റെ പുറത്തുള്ള ചില സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത് BVOC എന്ന പേരിലോ BSc എന്ന പേരിലോ ഒക്കെയാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചത് എന്നൊക്കെ പരസ്യത്തിലുണ്ടാവും. ശരിയായിരിക്കും, ടെക്നിക്കലി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച UGC അംഗീകരിച്ച സ്ഥാപനങ്ങളൊക്കെയാണ് കോഴ്സ് നടത്തുന്നത്. പക്ഷെ അവർക്കൊന്നും കേരളത്തിൽ സത്യത്തിൽ ആ രീതിയിൽ കോഴ്സുകൾ നടത്താൻ കഴിയില്ല. വേറെ ഇതിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ കേരള ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റി KUHAS, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്, ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരമുള്ള കോഴ്സുകളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആൾക്കാർ ജോലി ചെയ്യണമെങ്കിൽ പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ട കൗൺസിലുകൾ ഉണ്ടാവും, അതിൽ രജിസ്റ്റർ ചെയ്യണം. ആരോഗ്യ സർവകലാശാല അംഗീകരിച്ച കോഴ്സുകൾ കഴിഞ്ഞവർക്കാണ് അതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ കേരളത്തിലെ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പൊതുവെ 4 വർഷമാണ്. കേരളത്തിലെ പുറത്ത് ഇവിടെ യൂണിവേഴ്സിറ്റികൾ കൊണ്ട് നടത്തുന്നതൊക്കെ 4 വർഷത്തെ കോഴ്സൊന്നും കൊടുക്കുന്നില്ല. BVOC അല്ലെങ്കിൽ ചെറിയ 3 വർഷത്തെ കോഴ്സുകളൊക്കെയാണ്. അതുപോലെ ഒരുപാട് പരിമിതികൾ ഇത്തരം കോഴ്സുകൾക്ക് ഉണ്ട്, അതും ശ്രദ്ധിക്കണം. ഭാസ്കർമാഷെ, അത് പിന്നെ ഈ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്ത കുട്ടികൾ നിങ്ങൾ പറഞ്ഞ മാതിരി അവർക്ക് ഇവിടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് GNM-ന് അപ്ലൈ ചെയ്യാം. അങ്ങനെ GNM പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാം. അപ്പോ 2 വർഷം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഈക്വൽ ടു BSc നഴ്സിംഗ് ആയി സ്വദേശ ജോലികൾക്ക് ട്രൈ ചെയ്യാം. യെസ്. ഇപ്പം നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ നല്ല മാർക്ക് വേണം. അതുകൊണ്ട് ഒരാൾക്ക് നഴ്സിംഗിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, BScക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ GNM ചെയ്യാം. അത്ര ടൈറ്റ് ഉണ്ടാവില്ല. GNM ചെയ്ത ഒരാൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, അതാണ് നാസർ മാഷ് സൂചിപ്പിച്ചത്. GNM കഴിഞ്ഞ ആൾക്കാർക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. അത് ചെയ്താൽ 4 വർഷത്തെ BSc നഴ്സിംഗിന് തുല്യതയും കിട്ടും. മാത്രമല്ല പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സ്റ്റൈപ്പൻഡിനുള്ള പ്രൊവിഷനും ഉണ്ട്. യാസീൻ, ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വായിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുശേഷം അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രൊവിഷനും കൊടുക്കാം. ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട്. പിന്നെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. BCom LLB BBA LLB ഇവയുടെ സാധ്യതകൾ വിശദീകരിക്കാനാണ്. ഓക്കെ. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയിലെ ഒരു ഓപ്ഷനാണ് ലീഗൽ സ്റ്റഡീസ്, നിയമ പഠനം. സയൻസ് കഴിഞ്ഞ ആൾക്കാർക്കും കൊമേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്കും വരാം, നോ പ്രോബ്ലം. +2 കഴിഞ്ഞ് LLB പഠിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞ് ചെയ്യാനുള്ള അവസരമുണ്ട്.
+2 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 5 വർഷമാണ്. BCom LLB, BB LLB, BSc LLB, BB LLB എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 3 വർഷത്തെ LLB കോഴ്സാണ്. +2 കഴിഞ്ഞ് പോകുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നിയമപഠന മേഖലയിലേക്ക് നേരത്തെ വന്നാൽ നേരത്തെ അത് പഠിച്ചു തുടങ്ങാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി പോകുന്നതെങ്കിൽ ഡിഗ്രി 3 വർഷമോ 4 വർഷമോ നിയമമൊന്നും പഠിക്കാതെ പിന്നെ നിയമപഠന മേഖലയിലേക്ക് വരുന്നത് പരിമിതികളുണ്ട്. ദെൻ പൊതുവെ ലീഗൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഒരു കോടതി ജഡ്ജ് വിധിക്കുക അല്ലെങ്കിൽ കുറച്ച് കളവ് പറയേണ്ടി വരിക എന്നുള്ളൊക്കെ മിത്തുകളുണ്ട്. അത് ഒരു ഭാഗം മാത്രമാണ് ഈ കോടതിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ. ലോ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് നേരിട്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് പുറമെ ഒരുപാട് ഓപ്ഷൻസ് പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ വരുന്നുണ്ട്. ലീഗൽ അഡ്വൈസർ ആയിട്ടും ലീഗൽ അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ. നമുക്കറിയാം ബിസിനസ് വേൾഡ് കൊമേഴ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത്. പാറ്റന്റ്, ട്രേഡ് മാർക്ക്, അതുപോലെ തന്നെ കോപ്പി റൈറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഓക്കെ, ലോഗോ, സ്ലോഗണ്, ക്യാപ്ഷൻ, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന്റെ ലോഗോ അല്ലെങ്കിൽ ക്യാപ്ഷൻ വേറൊരു സ്ഥാപനം ഉപയോഗിച്ചു, ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഐഡിയകൾ വേറൊരു സ്ഥാപനം കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇത്തരം വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ബിസിനസ്സിനെ സഹായിക്കുന്ന, അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് മേഖലയിൽ ഈ രീതിയിൽ LLB കഴിഞ്ഞ് വരുന്ന ആൾക്കാർ. അതുകൊണ്ട് മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ വലിയ സാധ്യതകൾ LLB കഴിഞ്ഞ ആൾക്കാർക്കുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാറ്റൻ എൻട്രൻസ് വഴി 25ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് നമുക്ക് LLB പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുണ്ട്. LLB പഠിപ്പിക്കാൻ വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റീസ്. അപ്പം അവിടെയൊക്കെ പഠിച്ചിറക്കുന്ന ആൾക്കാർക്ക് ഇത്തരം മൾട്ടിനാഷണൽ കോർപ്പറേഷനിലേക്കോ ജോലിക്ക് ശ്രമിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് കേരളത്തിലുണ്ട്, അത് നുവാൽസ് ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. ക്ലാറ്റിന് പുറമെ എയിലെ തന്നെ എൻട്രൻസ് ഉണ്ട്, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. അതുവഴി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ അഡ്മിഷൻ വാങ്ങാൻ പറ്റും. കേരളത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ക്യാമ്പസിൽ ലോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലി, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കും ഒരുപാട് പ്രൈവറ്റ് ലോ കോളേജുകളിലേക്കും ഉള്ള എൻട്രൻസ് ആണ്. കേരള ലോ അക്കാദമി എന്നൊരു പ്രൈവറ്റ് സ്ഥാപനവും തിരുവനന്തപുരത്ത് വേറെയുണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് +2 ശേഷം LLB പഠിക്കാൻ പറ്റും. അഷ്കർ സാർ കുസാറ്റിലും ചെയ്യും. കുസാറ്റിൽ കാറ്റ് എന്ന എൻട്രൻസ് വഴി LLB ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, +2 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 3 ഇയേഴ്സിന്റെ ഉള്ളിൽ BBA ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഡിഗ്രി എടുത്ത് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നതാണോ നല്ലത് എന്ന രീതിയിലാണ് ചോദിച്ചത്. അത് ഓരോ കുട്ടിയുടെയും സാമ്പത്തികാവസ്ഥക്ക് അനുസരിച്ചാണ് പറയാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞതുപോലെ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, അത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ടൈഅപ്പില് അത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ കോഴ്സ് നടത്തുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും, എക്സ്പോഷർ അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങൾ പൊതുവെ ഡിസ്റ്റന്റ് മോഡിൽ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളെ ഡിഗ്രിയൊക്കെ ആയിരിക്കും കൊടുക്കുക. ഡിസ്റ്റന്റ് ഡിഗ്രിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചില സ്ഥാപനങ്ങളൊക്കെ ഒരുപക്ഷെ ഡിഗ്രിക്ക് ശേഷം ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കേരളത്തിൽ അംഗീകരിച്ച ഒരു ഡിഗ്രി വേണമെന്നോ അല്ലെങ്കിൽ റെഗുലറായിട്ട് പഠിച്ചിരിക്കണമെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ പരിമിതികൾ ഉണ്ടാവും. അല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ ഡിഗ്രിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കോഴ്സിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രൈവറ്റ് ആണ്, വലിയ ഫീസ് വാങ്ങിയിട്ടായിരിക്കും കോഴ്സ് നടത്തുന്നത്. ആ രീതിയിൽ ഒരാൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ, അതുപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം MBA എന്നുള്ള ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ ആവാം. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി നല്ലൊരു സ്ഥാപനത്തിൽ പോയിട്ട് ചെയ്യുക. ഡിഗ്രിക്ക് ശേഷം വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഡിപ്ലോമ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ മേഖലയിൽ ചെയ്യാം. ഇനി ഇതിനേക്കാളും വലിയ ലോങ് ടേം പ്ലാൻ ഒക്കെ ഉണ്ട് എങ്കിൽ ഒരാൾക്ക് ഡിഗ്രിക്ക് ശേഷം MBAയിൽ ഈ പറഞ്ഞ മേഖലയിലൊക്കെ സ്പെഷ്യലൈസേഷന് ഓപ്ഷനും ഉണ്ട്. അപ്പം ഓരോരുത്തരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. സർ വേറൊരു ക്വസ്റ്റ്യൻ സർ.
നമ്മൾ ഈ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് മാനേജ്മെന്റ് നിയമങ്ങൾ പഠിക്കാൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് സർ? മാനേജ്മെന്റ് ലോ അല്ല, മാനേജ്മെന്റ് ഓൾറെഡി പിന്നെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിന്റെ സംബന്ധിച്ച് വല്ല അതിന്റെ നിയമങ്ങൾ വല്ലതും പഠിക്കാൻ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ നേരത്തെ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, LLB പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ട്. ഇപ്പൊ നെൽസ ഹൈദരാബാദ്, ന്യൂആൽസ് കൊച്ചി, അതുപോലെ കാറ്റഗറിയിൽപ്പെട്ട ഒരു 24ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ ഒരുപാട് PG ഡിപ്ലോമ കോഴ്സുകൾ ലോയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോപ്പിറൈറ്റ്, പാറ്റന്റ്, ആ രീതിയിലുള്ള കോഴ്സുകൾ. പിന്നെ ചെയ്യാവുന്നതാണ് MOOC, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ്, അറിയാലോ അല്ലെ? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം മേഖലയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാൻ പറ്റും. എഡെക്സ്, കോഴ്സറ, ഉഡാസിറ്റി, ഉഡമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ. ചോദ്യം നമുക്ക് ഗൂഗിൾ ഫോമിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. Can you suggest the best central university for BBA? പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു ഓപ്ഷനാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്. ഹിന്ദു, ഹാൻസ്രാജ്, രാംജാസ്, സാക്കിർ ഹുസൈൻ, ലേഡി ശ്രീറാം, ആ രീതിയിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം. മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ കീഴിൽ കോളേജുകൾ ഉണ്ടാവില്ല, ഓരോ സ്ഥാപനമായിരിക്കും. ജാമിയ മില്ലിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ്. പിന്നെ സ്റ്റാർട്ടപ്പിന് പറ്റിയ കോഴ്സ് ഏതാണ് എന്നാണ് ചോദിച്ചത്. മുഹമ്മദ് ഫാദിലാണ്. സ്റ്റാർട്ടപ്പ് ഒക്കെ എന്നുള്ളതൊരു കോഴ്സ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. ഒരാൾക്കൊരു ഐഡിയ ഉണ്ട്, ദെൻ ഫൈനാൻസും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ്. ഇനി ഒരാൾക്ക് ഐഡിയ ഉണ്ട്, സാമ്പത്തികം അല്ലെങ്കിൽ ഐഡിയ കൂടുതലൊന്നും ഇല്ലാത്ത എന്നാൽ പണമുള്ള ഒരാളെ സമീപിക്കാവുന്നതാണ്. അതേസമയം ഓൺടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട കോഴ്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി പ്രസന്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ MBAയിൽ ഓൺടർപ്രണർഷിപ്പ് സ്പെഷ്യലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ IIM ബാംഗ്ലൂരിൽ എന്തുണ്ട്, ഓൺടർപ്രണർഷിപ്പിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇതിന് പുറമെ ഓൺടർപ്രണർഷിപ്പിന് വേണ്ടി മാത്രം സ്ഥാപനങ്ങൾ ഹൈദരാബാദ്, അതുപോലെ തന്നെ നോയിഡയിലൊക്കെ ഉണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെ നമുക്ക് ഡിഗ്രി യോഗ്യത വെച്ചിട്ട് ഓൺടർപ്രണർഷിപ്പിൽ കോഴ്സുകളുണ്ട്. അത് MBA സ്പെഷ്യലൈസേഷൻ അല്ല, PG ഡിപ്ലോമ, അതുപോലെ PG കോഴ്സുകളാണ്. ഇത്തരം കോഴ്സുകൾക്ക് പൊതുവെ കാറ്റ്, മാറ്റ്, CMAT അത്തരം എൻട്രൻസിന്റെ സ്കോറാണ് പരിഗണിക്കുന്നത്. ഇപ്പൊ 2 വഴിക്ക് ഈ മേഖലയിലേക്ക് വരാം. മറ്റൊരു കാര്യം ആദ്യം പറഞ്ഞതാണ്, സ്റ്റാർട്ടപ്പിന് പ്രത്യേകിച്ച് കോഴ്സ് നിർബന്ധമൊന്നുമില്ല. പിന്നെ കേരള ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് മിഷനുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഐഡിയകൾ ഉണ്ടെങ്കിൽ സഹായങ്ങളൊക്കെ കിട്ടും. അതുപോലെ DIC ഉണ്ട്, DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, അതുവഴി നമുക്ക് ഈ സ്റ്റാർട്ടപ്പിനൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ കിട്ടും, അതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അടുത്തത് +2 സയൻസ് വിദ്യാർത്ഥിയാണ്. ആ ഗൂഗിൾ ഫോമിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, മറ്റുള്ളവർ ശ്രദ്ധിക്കുക. BA മൾട്ടിമീഡിയ, BA ഇന്റർനാഷണൽ ലോ, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഈ ഡിസൈനിങ് മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇമാജിനേഷൻ പവർ ഉണ്ട്, സ്പേസ് സ്കില്ലൊക്കെ ഉണ്ട്, അവർക്ക് ഒരു ഓപ്ഷന് BDES എന്ന് പറഞ്ഞ ഡിഗ്രി കോഴ്സാണ്, ബാച്ചലർ ഓഫ് ഡിസൈൻ. NID അഹമ്മദാബാദ്, അതുപോലെ തന്നെ ചില IIT-കൾ, ദെൻ നിഫ്റ്റ് ക്യാമ്പസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് എക്സ്പെൻസീവ് ആണ്, ഹൈലി കോമ്പറ്റീവ് എക്സാമിനേഷൻ ഒക്കെ എഴുതണം. ഇനി ആ രീതിയിലേക്ക് പോകാൻ കഴിയാത്ത ആൾക്കാർക്ക് BA മൾട്ടിമീഡിയ ലെവലിലേക്കൊക്കെ വരാൻ പറ്റും. അതിൽ കാര്യമായിട്ട് വരുന്ന ഗ്രാഫിക്സ്, ആനിമേഷന്, വെബ് ഡിസൈനിങ്, ആ രീതിയിലുള്ള കോഴ്സുകളാണ്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലമാണ്, എല്ലാം ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ഡിസൈനിങ് മേഖലയിലേക്കൊക്കെ വരാൻ മൾട്ടിമീഡിയ കോഴ്സുകൾ സഹായിക്കും. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ BA ഇന്റർനാഷണൽ റിലേഷൻ ഉണ്ട്. അത് ടോപ്പ് ലെവലിലേക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ, യൂണിസെഫ്, അതുപോലെ തന്നെ UN, വേൾഡ് ബാങ്ക്, IMF, ആ രീതിയിലേക്ക് ഓപ്പണിങ്സ് വരുന്നുണ്ട്.
അതൊക്കെ ഇന്റർനാഷണൽ റിലേഷൻ തന്നെ കഴിയണമെന്ന് പറയുന്നൊന്നുമില്ല. പക്ഷെ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ അത്തരം മേഖലകളിലേക്ക് നമുക്ക് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ സിവിൽ സർവീസ് മേഖലയിലേക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരം കോഴ്സുകൾ ചെയ്താൽ കണ്ടന്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സഹായിക്കും. അസ്ക്രമാഷേ, ഇതില് ഇന്റർനാഷണൽ ലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിഗ്രി തലത്തിൽ ഒന്നുകിൽ BA പൊളിറ്റിക്കൽ സയൻസ് ഓർ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ 3 കോഴ്സുകൾ എടുക്കുന്നതാണ് നല്ലത്. അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് LLB വഴി മുന്നോട്ട് പോകാം. അതേപോലെ LLM ഉണ്ട്, ഇന്ത്യയിലെ ലോ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന, അതുവഴി സ്പെഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഡിഗ്രി കൊടുക്കുന്ന ഏറ്റവും പ്രീമിയർ സ്ഥാപനം. പിന്നെ +2 കഴിഞ്ഞൊരു കുട്ടി ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഡിഗ്രിക്ക് ശേഷം എന്ത് എന്നും കൂടെ ആലോചിക്കണം. അതിനനുസരിച്ചാണ് ഡിഗ്രി തിരഞ്ഞെടുക്കേണ്ടത്. ചില കോഴ്സുകളൊക്കെ ഡിഗ്രിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാതെ ഡിഗ്രിക്ക് ശേഷം PGയിലേക്കൊക്കെ സ്പെഷ്യലൈസ് ചെയ്യായിരിക്കും നല്ലത്. ഡിഗ്രിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്താൽ നമ്മുടെ ഓപ്പണിങ്സ് പരിമിതപ്പെടാൻ ചെറിയ ഒരു സാധ്യത ഉണ്ട്. അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഡിഗ്രി ഏതെന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ യാസിൻ, ഒരു ചോദ്യം കൂടി ഉണ്ട്. പ്രൊഫഷണൽ ചാർട്ടേഡ് കോഴ്സ് ചെയ്യുന്ന ആൾ ഡിസ്റ്റന്റ് ഡിഗ്രി എടുത്താൽ മതിയോ? യെസ്, +2 കഴിഞ്ഞൊരു കുട്ടി CA CS CMA തുടങ്ങിയ കോഴ്സുകൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കോച്ചിങ്ങിന് പോയി ചെയ്യേണ്ടി വരും. എങ്കിലേ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം കുട്ടികൾ നിർബന്ധമായിട്ട് ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം 3-4 വർഷം കഴിഞ്ഞ് CA അല്ലെങ്കിൽ ACCA ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ +2 യോഗ്യതയിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ല. നിർബന്ധമായിട്ടും ഒരു ഡിഗ്രി ആൾ നേടിയിരിക്കണം. ആ അർത്ഥത്തിൽ എന്തുകൊണ്ടും ഡിഗ്രി ചെയ്യാം. അത് സ്വാഭാവികമായിട്ടും ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. കാരണം റെഗുലർ ആയിട്ട് കോളേജിൽ പോകുന്നതിൻ്റെ ഒപ്പം നമുക്ക് ACCA CA ചെയ്യാൻ പ്രയാസമായിരിക്കും. ഫുൾ ടൈം CA ACCA കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് റെഗുലർ ചെയ്യാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ഡിസ്റ്റന്റ്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച കോളേജുകളുടേത് അല്ലെങ്കിൽ UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളുടേതിന് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സുകൾ. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും നല്ല വ്യത്യാസമുണ്ട്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനമാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലൈവായിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് റെഗുലർ കോഴ്സ് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഫുൾ ടൈം CA ACCA കോച്ചിങ്ങിന് പോകുന്ന ഒരാൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ പരിമിതികൾ ഉണ്ടാവും. കഴിയുമെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് വഴി ചെയ്യാം. കേരളത്തിൽ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഡിഗ്രി വേണമെന്നൊക്കെ ഏതെങ്കിലും ഗവൺമെന്റ് ജോലിക്കൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാൻ ACCA CA ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമല്ല, നല്ലതാണ്. അസ്കർ മാഷെ, ഒരു കാര്യം മാഷ് പറഞ്ഞ ഒരു വാലിഡേഷൻ ആണ്, സപ്ലിമെന്റേഷൻ. അതായത് CA തന്നെ ഇപ്പോ നിലവിൽ ഡിഗ്രി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാം. അല്ലെങ്കിൽ മാഷ് പറഞ്ഞ മാതിരി CAയുടെ കൂടെ IGNOU അല്ലെങ്കിൽ കേരള ഓപ്പൺ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കൂടെ ചെയ്തു പോയാൽ ഏകദേശം ഒരേ സിലബസ് ആണ്. ചെയ്യുകയാണെങ്കിൽ BCom ആണ് നല്ലത്. രണ്ടും ഒരേ സിലബസ് ആയതുകൊണ്ട് ആ കുട്ടികൾക്ക് അത് പാസ്സാവാൻ പറ്റും. മാഷ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി അഥവാ CA പാസ്സാവുന്നില്ലെങ്കിൽ അത് വെച്ച് ഹയർ സ്റ്റഡീസിന് പോകാനും പറ്റും. ഇനി ചെയ്യുന്നില്ലെങ്കിലും പ്രശ്നമല്ല, CA കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ CA തന്നെ ഡിഗ്രി ആയതുകൊണ്ട് അത് വെച്ചിട്ടും ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും, MBA പോലുള്ള കോഴ്സുകൾ ഉൾപ്പെടെ. യെസ്, CA CS CMA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഡിഗ്രി പ്ലസ് PGക്ക് തുല്യമാണ്. ഒരാള് CA ക്ലിയർ ചെയ്താൽ BCom MComന് തുല്യമാണ്. നേരിട്ട് PhD തുടങ്ങിയ ഹയർ സ്റ്റഡീസിന് നാസർ മാഷ് പറഞ്ഞതുപോലെ പോവാം. ഒറ്റ കാര്യം കൂടെ മാം, ഈ യാസീൻ ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചവർക്ക് പ്രിഫറൻസ് കൊടുക്കണം. ഗൂഗിൾ ഫോം
പിന്നെ ACCA കുറിച്ച് പറയാമോ എന്നാണ് ലാസ്റ്റ്. ഓക്കെ, അത് ഓൾറെഡി വളരെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. ലേറ്റ് ആയിട്ട് വന്ന കുട്ടിയായിരിക്കാം. ഇന്ത്യയിൽ CA ഉള്ളതുപോലെ ഒരു ചാർട്ടേഡ് കോഴ്സാണ് UK ബേസ്ഡ് ACCA. ഇന്റർനാഷണൽ CA എന്നും ഇതിനെ പറയാറുണ്ട്. ഒരാൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനാണ് ACCA. ACCAക്ക് 3 സ്റ്റേജ് ആണുള്ളത്. നോളജ്, സ്കിൽ, പ്രൊഫഷണൽ. മൊത്തം 13 പേപ്പറാണുള്ളത്. CAനെ അപേക്ഷിച്ച് ACCAയുടെ ഒരു പ്രത്യേകത, ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യേണ്ടതില്ല. ഓരോ പേപ്പർ നമുക്ക് സൗകര്യം പോലെ എഴുതിയെടുക്കാൻ പറ്റും. അതുപോലെ CAയുടെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൽ നിർബന്ധമാണ്. ACCAയുടെ ട്രെയിനിങ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്രാക്ടിക്കൽ അഥവാ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് CAനെ അപേക്ഷിച്ച് ACCA എക്സ്പെൻസീവ് ആണ്. ദെൻ ഇന്ത്യയിൽ ജോലി ചെയ്യണം, ഈ സൈനിങ് അതോറിറ്റി പവർ ഒക്കെ എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കൂടെ നല്ലത് CA ആണ്. യെസ്, ഇനി അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വായിക്കാം. സർ, എനിക്കൊരു ഇത് ചോദിക്കാനായിരുന്നു. എൻ്റെ മോള് ACCA ഇപ്പൊ ഡ്രോപ്പ് ചെയ്തേ. അപ്പൊ BCom കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കണത്. അപ്പൊ ഇനി അതിന്റെ കൂടെ ആൾക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നല്ലതാണോ, ഏതാണെന്നൊന്ന് പറഞ്ഞു തരാമോ കമ്പ്യൂട്ടർ കോഴ്സ്? അതായത് അക്കൗണ്ടിങ് മേഖലയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പം ടാലി, അതുപോലെ തന്നെ PhD, SAP തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ. ഇതിൽ നല്ലത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, പ്രൈവറ്റ് ആയിരിക്കും ഉണ്ടാവുക, പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തെ ഞാൻ പറയുന്നില്ല, പോയാൽ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ അവർ തരും. ക്ലിയർ അല്ലേ? അതില് മാനുവൽ അക്കൗണ്ടിങ് ഉണ്ടാവും, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ഉണ്ടാവും, ഫോറിൻ അക്കൗണ്ടിങ്. ഒന്നുകൂടി പറയാമോ സർ? SAP അതെന്താണ് സംഭവം, അതൊന്ന് പറയാമോ? അത് ഒരു ERP സൊല്യൂഷൻ ആണ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. അതായത് ഈ ഏത് സ്ഥാപനത്തിലും അതിന്റെ ഇൻപുട്ട് മുതൽ ഔട്ട്പുട്ട് വരെയുള്ള പ്രോസസ്സുകളൊക്കെ പരിചയപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണത്. അതിൽ അക്കൗണ്ടിങ്ങിലുണ്ട്, എല്ലാറ്റിനും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്യാം, ടാലി ചെയ്യാം, PhD ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നതാന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നിച്ച് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ഒരുപാടുണ്ട്. ഗവൺമെന്റ് മേഖലയിലൊക്കെ പൊതുവെ കുറവാണ്. ഇത്തരം ഒരു സ്ഥാപനത്തിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചാൽ അവര് നമുക്കൊരു മൊഡ്യൂൾ തരും. ഒരു 5-6 മാസത്തെ ഒരു കോഴ്സ് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഇല്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഈ ഒരു വേദിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മേഖലയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. ഒരു 6-8 മാസത്തെ കോഴ്സ് ആയിരിക്കും. അവിടെ ഇപ്പൊ ഒരാൾ BCom പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും A to Z അക്കൗണ്ട്സ്, കമ്പനി അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ പഠിപ്പിക്കും. നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം ചെയ്യുന്നതും ഇത്തരം സ്ഥാപനങ്ങളിലെ ആക്ച്വൽ കമ്പനി അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവും. അവിടെ ഈ പറയുന്ന മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങും ഫോറിൻ അക്കൗണ്ടിങ്ങും നാട്ടിലെ GSTയും ഗൾഫിലെ വാറ്റും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരും. ഇത്തരം ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടെ വർക്ക് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് റൈറ്റ് ജോബ് എന്ന് പറയാറുണ്ട്, ആദ്യത്തെ നല്ല ജോലി. അപ്പൊ ആദ്യത്തെ ജോലി നല്ലതാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവണം. അതിന് ഇത്തരം കോഴ്സുകൾ സഹായിക്കും. അത് പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യാം. ഗവൺമെന്റ് മേഖലയിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഷോർട്ട് ടേം കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം LBSൽ ഷോർട്ട് ടേം കോഴ്സ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതുണ്ട്. അതുപോലെ തന്നെ റൂട്രോണിക്സ് ഉണ്ട്, കെൽട്രോൺ ഉണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് സംവിധാനങ്ങളാണ്. അവിടെയും ചെറിയ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ കോഴ്സുകളൊക്കെ കൊമേഴ്സ് റിലേറ്റഡ് നൽകുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു നേരത്തെ, MOOC എന്നൊരു സംവിധാനമുണ്ട്, MOOC, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ്. ഇതിലും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഓപ്റ്റ് ചെയ്താൽ മതി. ഫ്രീ കോഴ്സുകളും ഉണ്ട്, പെയ്ഡ് കോഴ്സുകളും ഉണ്ട്. edX ഒരു പ്ലാറ്റ്ഫോമാണ്, EDX, edX. കോഴ്സർ ഉണ്ട്, കോഴ്സറ, COURSC. ദെൻ ഉഡമി ഉണ്ട്, UD, ഉഡമി. ഉഡാസിറ്റി ഉണ്ട്. അതുപോലെ UGCയുടെ സ്വയം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഒരുപാട് ഇത്തരം കോഴ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, എന്നോടൊന്ന് ആഡ് ചെയ്യട്ടെ.
യെസ് യെസ്. പോളിടെക്നിക്കില് പിന്നെ കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 1-2 കോഴ്സുകളുണ്ട്. തൃക്കരിപ്പൂർ അതെ, തൃക്കരിപ്പൂർ പോളിടെക്നിക്കിലുണ്ട്. യെസ് യെസ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നൊരു കോഴ്സ് ഉണ്ട്, കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നുണ്ട്. അതുപോലെ കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പോളിടെക്നിക്കുകൾ നടത്തുന്നുണ്ട്. അതുപോലെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് HDC എന്നൊരു കോഴ്സ് ഉണ്ട്, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. അതുപോലെ JDC ഉണ്ട്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. JDCക്ക് 10ാം ക്ലാസ് ആണ് യോഗ്യത, HDC ഡിഗ്രി ആണ് യോഗ്യത. സർ ഒരു ഇത് പറയട്ടെ, GSTക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, അത് കൊടുക്കുക. പിന്നെ ഇൻകം ടാക്സ് പ്രാക്ടീഷണർ ആയിട്ടുള്ള കോഴ്സുകൾ അതൊക്കെ ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് GSTയുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഗവൺമെന്റ് സംവിധാനമാണ്, കോഴ്സ് കൊടുക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക്. ഗുലാത്തി CMA USA ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുക്കുന്നതിന് പകരം BCom with CMA എന്ന കോഴ്സ് ഒരു കോളേജിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് വല്ല ഡീമെറിറ്റ് ഉണ്ടോ? ഡീമെറിറ്റ് ഒന്നുമില്ല, പക്ഷെ ഒരു എയ്ഡഡ് കോളേജോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജോ BComന്റെ കൂടെ CMA കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഓറിയന്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സാധാ ഒരു കോളേജിൽ BCom പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലാസ്സും അറ്റൻഡൻസും അസൈൻമെന്റും പ്രൊജക്ടുകളും ഒക്കെ ഒരുപാടുണ്ടാവും. അതിന്റെ കൂടെ ഇത്തരം ഒരു കോഴ്സ് ചെയ്യാൻ പരിമിതികളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അതിനുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട്, BCom പ്ലസ് CMA എന്ന് പറഞ്ഞാൽ BCom കഴിയുമ്പോൾ CMA കിട്ടുമെന്ന്. ഇല്ല, അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോച്ചിങ് സെന്ററിൽ പോയിട്ട് പഠിക്കുന്നത് പോലെ പഠിച്ചെഴുതേണ്ടതാണ്. ഞാൻ പറയുന്നത് പ്രൈവറ്റ് കോച്ചിങ് സെന്ററിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അത് കംപ്ലീറ്റ് നമ്മൾ വേറെ തന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പം ഇത്തരം കോളേജുകളിൽ മിക്കവാറും BCom കിട്ടും, ഓക്കെ, നോ പ്രോബ്ലം. BComന്റെ കൂടെ CMAക്കുള്ള ഓറിയന്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ല കഴിവുള്ളൊരു കുട്ടിയാണെങ്കിൽ BCom പഠിക്കുന്നു, കൂടെ CMA ഓറിയന്റേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുന്നു. ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പ്രൈവറ്റ് കോച്ചിങ് സെന്ററിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല ഈ പറയുന്ന CA, ACCA, CMA തുടങ്ങിയവ. അതുകൊണ്ടാണ് നമ്മൾ പൊതുവായിട്ട് പറയുന്നത്, ഇത്തരം മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കഴിവുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ ഫുൾ ടൈം കോച്ചിങ്ങിന് പോകണമെന്ന്. ഇതിന്റെ അർത്ഥം കോച്ചിങ്ങിന് പോയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നല്ല. പൊതുവെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ സെൽഫ് സ്റ്റഡി, ചെറിയൊരു ഓറിയന്റേഷൻ ഒക്കെ കിട്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞ കുട്ടികൾ സെൽഫ് പ്രിപ്പറേഷനോടെ കിട്ടാൻ കുറച്ച് സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കോച്ചിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി യാസിൻ, മെസ്സേജിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വായിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഷെഡ്യൂൾ ടൈമർ പ്രകാരം 5 മിനിറ്റും കൂടെ നമുക്കുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. BBA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത എന്താണ്? അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. BBA എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. AI എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കമ്പ്യൂട്ടർ IT ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടി പറയുന്ന സമയത്ത് രണ്ടും നേരിട്ട് യോജിപ്പില്ല എന്ന് ഞാൻ പറയുന്നില്ല. ശരിക്ക് ഒരു AI എന്നൊക്കെ പറഞ്ഞാൽ IT റിലേറ്റഡ് കോഴ്സ് പഠിക്കുന്ന ആൾ ചെയ്യേണ്ടതാണ്. BBA ചെയ്യേണ്ട ആൾക്ക് AI വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, വീണ്ടും പറയാണ്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥാപനങ്ങളും BBAയുടെ കൂടെ പല പല കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെയായിരുന്നു ആഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ എല്ലാവരും BCAന്റെ കൂടെ ചേർക്കുന്ന പല കാര്യങ്ങളും BBAന്റെ കൂടെയും ചേർക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആർട്ടിഫിഷ്യൽസും മെഷീൻ ലേണിംഗും റോബോട്ടിക്സും ഡാറ്റാ സയൻസും ഒക്കെ. അപ്പോ AIയോട് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ, സയൻസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഒരു BTech കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ വരണം, BSc കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ വരണം, അല്ലെങ്കിൽ BC MC അങ്ങനെയൊക്കെ വരികയാണ് വേണ്ടത്. അപ്പൊ ചോദിച്ച ആൾക്ക് BBA മാനേജ്മെന്റ് മേഖലയാണ് താല്പര്യമുള്ളതെങ്കിൽ
ഡിഗ്രിയിൽ അതിന്റെ സബ് എന്ത് എന്ന് പ്രത്യേകിച്ച് നോക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നല്ലൊരു സ്ഥാപനത്തിൽ നിന്നും BBA കരസ്ഥമാക്കുക. AI ആണോ ഏവിയേഷൻ ആണോ എന്ന് നമ്മൾ കൂടുതൽ നോക്കേണ്ടതില്ല. ആ മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യുക, കഴിയുമെങ്കിൽ MBA ചെയ്യുക, അവിടെ സ്പെഷ്യലൈസേഷൻ നോക്കുക, അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ടെക്സ്റ്റ് ചെയ്തതിൽ പ്രസക്തമായ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. സിജിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഒരു ചോദ്യം വന്നത് CMA USA ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നാണ്. വടകര എന്നുള്ള ഒരാളാണ് ചോദിച്ചത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് നമ്മൾ കോച്ചിങ് സെന്ററുകളെ പരിചയപ്പെടുത്തില്ല. കാരണം ഇത്തരം കോച്ചിങ് സെന്ററുകളൊക്കെ പ്രൈവറ്റ് മേഖലയിലാണുള്ളത്. CA കോച്ചിങ് സെന്റർ ആണെങ്കിൽ ഗവൺമെന്റ് സംവിധാനം ഒന്നുണ്ട്, ICA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അതിന് റീജിയണൽ ചാപ്റ്ററുകളിൽ ഉണ്ടാവും. അതുപോലെ CS-നും CMA-ക്കും ഒക്കെ ഉണ്ടാവും. US-ന് ആ രീതിയിലൊരു സംവിധാനമില്ല. പിന്നെ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് CA, CS, CMA മാത്രമല്ല, മെഡിക്കൽ മേഖലയിൽ നീറ്റ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് മേഖലയിൽ JEE ആണെങ്കിലും കീം ആണെങ്കിലും ഒക്കെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടിയുടെ കപ്പാസിറ്റിയും നമ്മുടെ കുട്ടിയുടെ എഫേർട്ടുമാണ് ഒരു 75-80% അല്ലെങ്കിൽ അതിൽ കൂടുതലും. കുട്ടിയുടെ കഴിവ്, കുട്ടിയുടെ എഫേർട്ട്. കഴിവുണ്ട്, എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ കാര്യമല്ല. എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്, കഴിവില്ലെങ്കിലും കാര്യമല്ല. അതുകൊണ്ട് കഴിവും എഫേർട്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബാക്കി വളരെ കുറഞ്ഞ ഒരു ശതമാനം മാത്രമേ നമ്മുടെ കോച്ചിങ് സെന്ററുകൾ നമ്മെ സഹായിക്കുള്ളൂ. അത് ഏത് സെന്ററിൽ പോയാലും ഏറെക്കുറെ കിട്ടുമെന്നാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഇരുന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്കർ മാഷ് എന്നാൽ കാണട്ടെ, ഞാൻ ലീവ് ചെയ്യണേ. ഓക്കെ നമ്മുടെ സമയം അവസാനിക്കുകയാണല്ലോ. നോ പ്രോബ്ലം, താങ്ക്സ്. ഓക്കെ, നമുക്ക് പിന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ? സമയം 10:30. ഇനി ആർക്കും അത്യാവശ്യമായിട്ട് ചോദിക്കാനില്ല എന്ന് തോന്നുന്നുണ്ട്. ചോദിക്കാനുണ്ട് സർ. ചോദിച്ചോളൂ. ഈ കൊമേഴ്സ് മേഖലയില് ടാക്സേഷന്റെയും പിന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിംഗിന്റെയും സാധ്യതകളെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇതൊരു വലിയ മേഖലയാണ്. ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇതെല്ലാം പറഞ്ഞു തീർക്കല് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം പറഞ്ഞത്, ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, കൊമേഴ്സ് ആണ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്. ഒറ്റ സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഡിഗ്രിക്ക് ശേഷം MBA സ്പെഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ MBA അല്ലാത്ത തന്നെ ഈ മേഖലയിലൊക്കെ കോഴ്സുകളുണ്ട്. രണ്ടാമത് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ആവുക, ഓഡിറ്റർ ആവുക, ടാക്സ് പ്രാക്ടീഷണർ ആവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് അങ്ങനെ പറയേണ്ടതില്ല. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന ബ്രോഡ് കാറ്റഗറിയിൽ നിങ്ങൾ ഈ പറഞ്ഞ ടാക്സേഷനും ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് BCom-ന്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അത് നോക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ MCom-ൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സേഷൻ ആണോ ഫൈനാൻസ് ആണോ എന്നൊക്കെ നോക്കാവുന്നതുമാണ്. പിന്നെ GST-യുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഈ GST-യുമായി ബന്ധപ്പെട്ട് ഡിഗ്രിക്ക് ശേഷം ഡിപ്ലോമ കോഴ്സ് കൊടുക്കുന്നുണ്ട്. സാധ്യതകളുണ്ട്. ഈ ഏത് മേഖലയായാലും പറഞ്ഞാൽ തീരാത്ത സാധ്യതകളാണ്. അപ്പോ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥാപനത്തെ കുറിച്ച്, ഒരു കോഴ്സിനെ കുറിച്ച് Q&A സെഷനിൽ ചോദിക്കുന്ന സമയത്ത് പറയലല്ല നടക്കുള്ളൂ. പ്രസന്റേഷനിലെല്ലാം ഉൾക്കൊള്ളിക്കുന്നതിന് പരിമിതികളുണ്ട്. ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പഠിക്കാൻ വല്ല ഗവൺമെന്റ് തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ഗവൺമെന്റ് തലത്തില് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ഇപ്പം BSc ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSC നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, CSE, ഇവരൊക്കെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. BSc-യിൽ കോഴ്സ് ഉണ്ട്, NSC-യിൽ കോഴ്സ് ഉണ്ട്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ കോഴ്സുകളുണ്ട്.
പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹൈദരാബാദ് നടത്തുന്നുണ്ട്. സാർ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് നല്ലതാണോ? അത് കൊമേഴ്സ് കഴിഞ്ഞ് നല്ലത് ആകാത്തത് എന്നൊന്നും ഇല്ല, സ്കോപ്പ് ഉള്ളത് സ്കോപ്പ് ഇല്ലാത്തത് എന്നൊന്നും ഇല്ല എന്ന് നമ്മൾ കരിയർ പ്ലാനിംഗിൻ്റെമായി തുടക്കത്തിൽ പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, 2 പ്രാവശ്യം പറഞ്ഞു. അതായത് കുട്ടിക്കൊരു ലോങ് ടേം പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, +2 ശേഷം ഡിഗ്രി ചെയ്യുക, ഡിഗ്രിക്ക് ശേഷം MBA ചെയ്യുക, MBAയിൽ ഇത്തരം സ്പെഷ്യലൈസേഷനുകളൊക്കെ നോക്കുക. ഇനി ഒരു കുട്ടിക്ക് ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഇത്തരം മേഖലയിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടാവും, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഡിഗ്രിയിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകളും ഉണ്ട്, പക്ഷെ കുറച്ച് കുറവായിരിക്കും. 4ാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പ്രാധാന്യം കൊടുക്കുന്ന ചില സ്ഥാപനങ്ങൾ ഉണ്ടാവും, പ്രൈവറ്റ് ആയിരിക്കും. സാധാരണ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലൊക്കെ പൊതുവെ കുറവായിരിക്കും. ഓക്കെ, ഈ 4 വഴികളുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടായ വഴി ഇത് തിരഞ്ഞെടുക്കുക. 5ാമത്തെ ഒരു വഴിയുണ്ട്, അത് കേട്ടിട്ടായിരിക്കും ഒരുപക്ഷെ ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, ഉടൻ ശമ്പളം, അതുപോലെ തന്നെ ഉടൻ ജോലി, വലിയ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ 6 മാസത്തെ കോഴ്സ്, 5 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞു. അത്തരം കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പരിമിതികളുണ്ട്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ പൊതുവെ നല്ലത് ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് ഏത് രീതിയിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. 5 വഴികൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഓക്കെ, താങ്ക് യു. യെസ്, വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ സമയം കഴിയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ കരിയർ ഓൺലൈൻ ആസ് ഫ്രം ഹോം ഉണ്ടാവാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിലായിരിക്കും പ്രസന്റേഷൻ. അതേസമയം Q&A സ്പെസിഫിക് ടോപ്പിക്കിൽ മാത്രമല്ല, അല്ലാത്ത രീതിയിലും ചോദിക്കാം. അടുത്ത ഞായറാഴ്ച പ്രോഗ്രാം ഉണ്ടാവാൻ സാധ്യത കുറവാണ്, കാരണം ശനിയാഴ്ച പെരുന്നാൾ കഴിഞ്ഞാൽ ഞായറാഴ്ച അവധി ആണ് പൊതുവെ. ഇനിവേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടും. അപ്പം യാസിൻ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഈ ഒരു കൊമേഴ്സ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളെ കുറിച്ച് കരിയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എസ് സർ വളരെ വിശദമായി തന്നെ നമ്മളോട് സംബന്ധിച്ചു. ഏതായാലും ഈ ഒരു പരിപാടിക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് പിന്നെ സിജിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാവുന്നതാണ്. സിജി കോഴിക്കോട്, മലപ്പുറം സെന്ററുകളിൽ എല്ലാ ദിവസങ്ങളിലും, ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കരിയർ ഗൈഡൻസ് സേവനം ലഭ്യമാണ്. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വരേണ്ടത്. അതുപോലെ തന്നെ വയനാട് സെന്ററിൽ ശനിയാഴ്ചകളിലും ഈ രീതിയിലുള്ള കരിയർ ഗൈഡൻസ് ഫ്രീ ആയിട്ട് ലഭ്യമാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സിജിയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.